വെൽക്കം ടു സണ്ണി സാർ. പിന്നെ നമ്മള് ക്ലാസ് +1 11ാം ക്ലാസ്സിലെ മാത്സാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചാപ്റ്ററിന്റെ പേര് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. അപ്പോ എല്ലാ പരീക്ഷാ രീതികളും മാറി. സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ 10th ഇപ്പോഴത്തെ നടന്ന പരീക്ഷ കണ്ടാൽ നമുക്കറിയാം നമ്മുടെ എല്ലാം മാറി. +1 വരുമ്പോ നോക്കി നമുക്ക് ഓണം എക്സാം ഉണ്ടായിരുന്നില്ല സീരിയസ് ആയിട്ട്. ബട്ട് ക്രിസ്മസ് എക്സാമിന് വരുമ്പോൾ 2 ചാപ്റ്റർ വെച്ച് ബാക്കി 12 ചാപ്റ്ററും കൂടി എക്സാമിന് 12 പഠിക്കാം. നമുക്ക് 2.5 മാസമായി. അപ്പോ ഇതുവരെയുള്ള കാര്യങ്ങൾ ഭംഗിയായി പഠിച്ച കുട്ടികൾക്ക് വരെ ഇനിയും പഠിക്കാൻ കിടക്കുന്ന 3-4 പാഠം. അപ്പൊ അതുകൊണ്ട് ഈ വീഡിയോ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും കണ്ട് റിപ്പീറ്റ് ചെയ്ത് പഠിക്കും. ഓക്കെ. അപ്പൊ എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ട് ഇനി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് ടോപ്പിക് വൈസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. അതിന്റെ തന്നെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള പ്രാക്ടീസും നമ്മൾ എന്ത് ചെയ്യണം, നേടണം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം അല്ലെ. അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താണ്? പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻസ്. അപ്പൊ സാധാരണ നമ്മൾ ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ എന്താണ് ഇപ്പൊ പെർമ്യൂട്ടേഷൻ എന്ന് പറയേണ്ടി വരും. ആ ചാപ്റ്ററിന്റെ ഹെഡിങ് ആദ്യം ഒന്ന് പറയും. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ പറയേണ്ട കാര്യമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും ബേസിക് ആയിട്ടൊരു കാര്യം മനസ്സിലാക്കണം. അത് പഠിച്ചതിന് ശേഷമാണ് നമുക്ക് എന്ത് വരുന്നത്, ഈ പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും വരുന്നതെന്ന് പറയും. എന്നിരുന്നാൽ പോലും എന്തിനാണ് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി കുറിച്ചൊരു ഐഡിയ വേണമല്ലോ. അപ്പൊ ജസ്റ്റ് ഒന്ന് കണ്ടോളൂ. അതായത് എടാ മോനെ, എയും ബിയും 2 പേരുണ്ട്. ഓക്കെ. ഇവരെ എനിക്ക് ഒന്ന് അറേഞ്ച് ചെയ്യണം. അപ്പൊ എന്റെ മുന്നിൽ 2 സീറ്റ് ഉണ്ട്. ഒരു സീറ്റ് ഇത്, ഒരു സീറ്റ് ഇത്. കസേരയാണെന്ന് വിചാരിച്ചു. അപ്പൊ ഒരു ഓപ്ഷൻ എ ഇവിടെ ഇരുന്നു, ബി ഇവിടെ ഇരുന്നു. അല്ലെങ്കിൽ ബി ഇവിടെ ഇരുന്നു, എ ഇവിടെ ഇരുന്നു. കിട്ടിയല്ലോ മക്കളെ. ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? അറേഞ്ച്മെന്റ്. ഇതാണ് പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. പെർമ്യൂട്ടേഷൻ എന്താന്ന് കിട്ടിയല്ലോ, അറേഞ്ച്മെന്റ് കിട്ടി. ഇനി ഒരാളും കൂടി ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ എനിക്ക് വേറൊരു ഓപ്ഷൻ വരികയാണ്. അതായത് ഈ 2 കസേരയില് ആദ്യത്തെ ആളെ, രണ്ടാമത്തെ ആള് സി, പിന്നെ 2 കസേരയില് ആദ്യത്തെ ആള് ബി, രണ്ടാമത്തെ ആള് സി. കണ്ടോ? പിന്നെ വീണ്ടും 2 കസേരയില് ആദ്യത്തെ ആള് സി, രണ്ടാമത്തെ ആള് എ, പിന്നെ വീണ്ടും കസേരയില് ആദ്യത്തെ ആള് സി, രണ്ടാമത്തെ ആള് ബി. ഇങ്ങനെയുള്ളൊരു അറേഞ്ച്മെന്റ്. അപ്പൊ 6 അറേഞ്ച്മെന്റ് നമുക്ക് പോസിബിൾ ആണ് 3 പേരുണ്ടെങ്കിൽ. കണ്ടോ? എ വെച്ച് ആദ്യത്തെ ആള് എ, പിന്നെ ബി വരെ അല്ലെങ്കിൽ സി വരെ. അപ്പൊ 2 പിന്നെ ബിയിലാണ് തുടക്കമെങ്കിൽ അപ്പുറത്ത് എ വരാം, അപ്പുറത്ത് സി വരും. 2. സിയിലാണ് തുടക്കമെങ്കിൽ അപ്പുറത്ത് എ, അപ്പുറത്ത് ബി. അപ്പൊ 6 അറേഞ്ച്മെന്റ് ഉണ്ട്. അത് പെർമ്യൂട്ടേഷൻ. പക്ഷെ ഇതിനകത്ത് സാറ് പറയണേ നിങ്ങളോട് ഒരു ക്വിസ് കോമ്പറ്റീഷൻ ഇവരെ വിളിക്കുകയാണ് ടീച്ചർ. ഒരു ABC എന്ന് പറഞ്ഞ 3 കുട്ടികളാണ് വിചാരിക്കുക. നിങ്ങൾ അവരോട് പറയണേ നിങ്ങൾ ഒരു ക്വിസ് കോമ്പറ്റീഷനിൽ നിങ്ങൾ 2 പേര് വരണമെന്ന് പറയാം. അപ്പൊ എങ്ങനെയൊക്കെ പോവാം നോക്കിയേ. എയും ബിയും ചെന്നു ടീച്ചറുടെ അടുത്തേക്ക്. ഓക്കെ, ക്ലിയർ ആണല്ലോ. എയും ബിയും ചെന്നു. എന്നിട്ട് ബിയും എയും ചെന്നാലോ? അത് 2 സെയിം അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ടീച്ചർ വിളിച്ചു, എയും ബിയും വരാൻ പറഞ്ഞു. അപ്പൊ അതെ നിങ്ങൾ ഈ കിട്ടിയ ആള് ചെന്നു. എന്നിട്ട് ബിയും എയും വരാൻ പറഞ്ഞ ടീച്ചറിനെ ഇനി വിളിക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ, എയും ബിയും തന്നെയാണ് ബിയും എയും. കണ്ടോ? അപ്പൊ ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അറേഞ്ച്മെന്റ് അല്ല, 2 അറേഞ്ച്മെന്റ് വേണ്ട. കാരണം ആ 2 ഒന്ന് തന്നെയാണ് സെലക്ട് ചെയ്യുമ്പോൾ. ഈ സെലക്ഷൻ ഉണ്ടല്ലോ മക്കളെ, അതിനെ വിളിക്കുന്ന പേരാണ് കോമ്പിനേഷൻ. അതിന്റെ പേരെന്താണ്? കോമ്പിനേഷൻ. അപ്പൊ ഇതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇവിടെ എത്ര കോമ്പിനേഷൻ ഉണ്ടെന്ന് നോക്കിയേ. ഇത് 2 സെയിം ആണ് കേട്ടോ. അറേഞ്ച്മെന്റ് വ്യത്യാസമുണ്ട്, പക്ഷെ സെലക്ട് ചെയ്യുമ്പോൾ ഈ 2 ആൾക്കാരും സെയിം ആൾക്കാരാണ്. അതുകൊണ്ട് ഈ 2 എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ എടുത്താൽ മതി, അത് സെലക്ഷൻ ആയി. അപ്പൊ ഇവിടെ ഒരെണ്ണം. അതുപോലെ AC-യും CA-യും കണ്ടോ? AC-യും എയും സീനെയും വിളിച്ചാലും സീനെ എയും വിളിച്ചാലും സെയിം ആണ്. അപ്പൊ അവിടെ നിന്ന് ഒരെണ്ണം. പിന്നെ BC-യും CB-യും അവിടെ നിന്ന് ഒരെണ്ണം. അപ്പൊ 1, 2, 3 3 സെലക്ഷനിൽ വരുന്നുള്ളൂ. അപ്പോ പെർമ്യൂട്ടേഷന്റെ പകുതിയാണോ കോമ്പിനേഷൻ? അങ്ങനെയല്ല. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ കാണാനായിട്ട് ഡിഫറെന്റ് മെത്തേഡും ഡിഫറെന്റ് വേസ് ആണ്. കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. പെർമ്യൂട്ടേഷൻ അറേഞ്ച്മെന്റ് ആണെങ്കിൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത് അതിൽ അവരെ സെലക്ട് ചെയ്യുക. അപ്പൊ പെർമ്യൂട്ടേഷൻ അത്രയും എന്തുണ്ടാവില്ല, കോമ്പിനേഷൻ ഉറപ്പായിട്ടും ഉണ്ടാവത്തില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ ഇതിന്റെ മെയിൻ ഐഡിയയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് പഠിക്കണം? FPC, ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് കൗണ്ടിങ്. അത് പഠിക്കണം. അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്, ഇന്നത്തെ ലെസൺ. ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ഫോക്കസ് ഓൺ എന്താണ്? ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് കൗണ്ടിങ് ആൻഡ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. അപ്പൊ ഒരു എക്സാമ്പിളോടെ നമുക്ക് തുടങ്ങാം മക്കളെ. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ഇവിടെ പറഞ്ഞ ഹെഡിങ് നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്ക് തുറന്നു വെക്കുക, ഹെഡിങ് എഴുതി വെക്കുക. എന്താണ് ഹെഡിങ്?
ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് ചെയ്തു. ഓക്കെ, എന്നിട്ട് സാറ് പറയുന്ന എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്പ്ലേയിൽ വരും. ആ ക്വസ്റ്റ്യൻസ് പോസ് ചെയ്തിട്ട് എഴുതി എടുക്കുക. അതിനുശേഷം ഞാൻ ആൻസർ പറയുമ്പോൾ അത് മനസ്സിലാക്കുക. എന്നിട്ട് സ്വന്തമായിട്ട് പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ഓർമ്മയിൽ വെച്ച് ഉത്തരവിടുക. ക്ലിയർ? യെസ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ മക്കളെ, FPC കേട്ടാ, FPC ഫണ്ടമെന്റൽ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് എന്താണ് കൗണ്ടിങ്. കൗണ്ടിങ് എന്താ മക്കളെ? എണ്ണുക എന്നുള്ളത്. ഒരു എക്സാമ്പിൾ പറയാം, ശ്രദ്ധിച്ച് കേട്ടിരിക്കണം കേട്ടാ. ഇതെന്റെ വീടാണ്. ദിസ് ഈസ് മൈ ഹൗസ്. ഞാനത് പോയിന്റ് മാർക്ക് ചെയ്യണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ റോഡുണ്ട്, റോഡാണത്. ക്ലിയർ? ഈ റോഡ് ചെന്ന് ചേരുന്നത് വേറൊരു റോഡിലാണ്. ഇതൊരു വേറൊരു റോഡാണ്. ഓക്കെ, ആ റോഡിന് ഞാൻ B എന്ന് പേര്. അപ്പൊ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് എന്താണ് ഈ റോഡിലേക്ക് പോകാൻ രണ്ട് വഴിയുണ്ട്. ഇങ്ങനെ ഒരു വഴിയുണ്ട്, ഇങ്ങനെ ഒരു വഴിയുണ്ട്. ഏത് വേണമെങ്കിലും എനിക്ക് ചൂസ് ചെയ്യാം. ക്ലിയർ? അപ്പൊ ഈ റോഡ് കണ്ടല്ലോ, ഈ റോഡ് ഇത്ര വീതിയുള്ള നല്ല വലിയ റോഡാണ്. ഓക്കെ, ക്ലിയർ? യെസ്. ഈ റോഡ് കഴിഞ്ഞിട്ട് വേറൊരു റോഡ് ഇപ്പുറത്തുണ്ട്. ഓക്കെ, ഈ റോഡിന്റെ പേര് C. ഈ റോഡിൽ നിന്ന് ഇങ്ങോട്ട് 3 വഴിയുണ്ട്. 1, 2, 3. കിട്ടിയല്ലോ? ഇതൊരു വഴി, ഇതൊരു വഴി, ഇതൊരു വഴി. ഓക്കെ, അപ്പൊ എനിക്ക് ഈ റോഡിലേക്ക് എന്താണ് വണ്ടി ഓടിച്ചിട്ട് ഇവിടെ ഞാൻ 2 വീലറിന് പോകണേ. വലിയ ഭംഗിയൊന്നുമില്ല. അപ്പൊ എന്റെ മുന്നിലുള്ള ഓപ്ഷൻ എന്തൊക്കെയാണ്? ഒരു വഴി ഒന്ന് പറയാമോ? ഒരു വഴി ഒന്ന് ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിലൂടെ സഞ്ചരിച്ച് ഇവിടെ എത്തി. അതൊരു മാർഗം അല്ലേ? അപ്പൊ നമുക്ക് ഇതിന് നമുക്കൊരു പേരിട്ട് നോക്കാം അല്ലെ. ഇതിന് B1, ഇത് B2 എന്നുള്ള. ഓക്കെ, ഇതിന് നമുക്ക് എന്താക്കാം? C1, C2, C3 അതല്ല നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത് A. അപ്പൊ ഞാൻ ഇങ്ങനെ പോയി, ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി സിയിലെത്തിയല്ലോ. അപ്പൊ അതെന്തായിരിക്കും ആ വഴി? എന്ന് സ്റ്റാർട്ട് ചെയ്തു, B1 ചൂസ് ചെയ്തു, പിന്നെ എങ്ങോട്ട് പോയി? ഞാൻ C1 വന്നു. ഇതല്ലേ ഒരു മാർഗം? ഒരു മാർഗം. ഇനി വേറൊരു മാർഗം ഒന്ന് ആലോചിച്ച് നോക്കി. അതുപോലെ തന്നെ എയിൽ സ്റ്റാർട്ട് ചെയ്തു, B1 വന്നു, ഇങ്ങനെ വണ്ടി എടുത്തു, ഇതിലെ പോയി അല്ലേ? അപ്പൊ എന്തായിരിക്കും അത്? എയിൽ സ്റ്റാർട്ട് ചെയ്തു, B1 തന്നെ C2, വീണ്ടും ഇതിലൂടെ വന്നു, B1 സ്റ്റാർട്ട് ചെയ്തു, ഇതിലൂടെ പോയി അല്ലേ? അപ്പൊ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? എയിൽ സ്റ്റാർട്ട് ചെയ്തു, B1 ചൂസ് ചെയ്തു, B1 ചൂസ് ചെയ്തു, C3 ഇവിടെ എത്തി. അപ്പൊ 3 തരത്തിൽ എനിക്ക് എന്ത് ചെയ്യാം? അങ്ങോട്ട് പോകാൻ പറ്റും അല്ലേ? ശരി, അത് മാത്രമല്ല അല്ല, ഇത് ഈ B1 ചൂസ് ചെയ്യുമ്പോൾ 3 എണ്ണമാണ് ഞാൻ പറഞ്ഞത് അല്ലെ. ഇതേപോലെ തന്നെ B2 ചൂസ് ചെയ്യുമ്പോഴും എനിക്ക് എന്ത് ചെയ്യാം? B2 ചൂസ് ചെയ്ത് ഇങ്ങനെ പോവാം, B2 ചൂസ് ചെയ്ത് ഇങ്ങനെ പോവാം, B2 ചൂസ് ചെയ്ത് ഇങ്ങനെ പോവാം. കണ്ടോ? അപ്പൊ അതൊന്ന് എഴുതി നോക്കിയേ. 4ാമത്തെ ഓപ്ഷൻ എയിൽ നിന്ന് B2 അതായത് ഈ 2ാമത്തെ മാർഗത്തിലൂടെ ഇങ്ങനെ ഓടിച്ച് ഇവിടെ എത്തി, ഇതിലൂടെ പോയി അല്ലേ? എന്താണ്? C1. 5 എ ചൂസ് ചെയ്തു, B2 എന്താണ്? C2. ഓക്കെ, അടുത്തത് എ ചൂസ് ചെയ്തു, B3 B2 എന്താണ്? C3 പോയി. അപ്പൊ മക്കൾ ഇവിടെ 3 എണ്ണം, ഇത് എത്ര എണ്ണം? 3 എണ്ണം. മൊത്തം എത്ര എണ്ണം? 3 + 3 എത്ര എണ്ണം? 6 എണ്ണം. കിട്ടിയല്ലോ? അപ്പൊ 6 രീതിയിൽ എനിക്ക് ഈ പറയുന്ന റൂട്ടിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നാണ് നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടത്. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പൊ ഇത് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വരച്ച് ഇത്രയൊക്കെ എഴുതി കണ്ടുപിടിക്കേണ്ട എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാല്, ആദ്യം നമ്മൾ ഇവിടെ എത്ര ലൈൻ ഉണ്ട് നോക്കി. എത്ര ലൈൻ ഉണ്ട് ഇവിടെ? ഇവിടെ എത്ര ലൈൻ ഉണ്ട്? എത്ര വഴിയുണ്ട്? 2 വഴി. ഇവിടെ എത്ര വഴിയുണ്ട്? 3 വഴി. ചെയ്താൽ മതി. കണ്ടാ? കിട്ടിയോ? മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പോ ഇതാണ് നമ്മുടെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് കൗണ്ടിങ് എന്ന് പറയുന്നത്. 6 ways ആണ്. അപ്പോ ഇവിടുന്ന് നമുക്ക് പോവാൻ M ways, അതായത് ജനറലി M ways ഉണ്ടായിരിക്കും. ഇപ്പുറത്തുനിന്ന് പോവാൻ N ways ഉണ്ടെങ്കിൽ എമ്മും എന്നും കൂടി കുടിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് വേസ് നമുക്ക് കിട്ടും. ദിസ് ഈസ് നോൺ ആസ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് അത് മനസ്സിലാക്കി. ഒരു M മാർഗം ഉണ്ട്, ഒരു N മാർഗം. ഇനി ഇവിടുന്ന് ഒരു 5 വഴിയുണ്ട്.
അപ്പൊ ഉദാഹരണം ഓ, ഇവിടെ നിന്ന് ഇങ്ങനെ പറയാം 1 2 3 4 5 അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 5 കൊണ്ട് ഇതിനെ ഗുണിക്കണം വീണ്ടും. മനസ്സിലായോ? അപ്പൊ അതുപോലെ if there are എന്താണ് more ways, കൂടുതൽ വഴി ഉണ്ടെങ്കിൽ സപ്പോസ് ഓ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? m ഇൻറ്റു n ഇൻറ്റു ഓ അങ്ങനെ 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 എത്ര ഉണ്ടെങ്കിലും അത്രയും നമ്മൾ വെറുതെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് നോൺ ആസ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് എന്താണ് മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലൈ ചെയ്താണ് നമ്മളിവിടെ പോകുന്നത്. അപ്പൊ ആദ്യത്തെ കുറച്ച് സെക്ഷനിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷനെ പറയാം. പിന്നീട് മൾട്ടിപ്ലിക്കേഷൻ നന്നായി മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കും നമ്മൾ അഡീഷനിലേക്ക് പോകും. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ അടുത്ത എക്സാമ്പിളിലേക്ക് പോവാം. നമ്മുടെ സ്കൂളിൽ ഒരു കോമ്പറ്റീഷൻ നടക്കുകയാണ്. അതായത് വേറൊരു സ്കൂളുകളൊക്കെ വന്നിട്ടുള്ള കോമ്പറ്റീഷൻ. അപ്പൊ ആ കോമ്പറ്റീഷനിൽ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്യണം. ഓക്കെ, ക്ലിയർ? അപ്പൊ നിങ്ങളുടെ സ്കൂളിൽ എത്ര ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടെന്ന് അറിയണം. അപ്പൊ ആൺകുട്ടികൾ 200 പേരാണ്. അപ്പൊ നിങ്ങളുടെ സ്കൂളിലുള്ള ആൺകുട്ടികളുടെ എണ്ണം അത് 200 പേരാണ്. ഓക്കെ, ബോയ്സ്. ഓക്കെ, ഇനി നിങ്ങളുടെ സ്കൂളിലുള്ള ഗേൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് 150 പേരാണ്. അപ്പൊ നിങ്ങളുടെ ടീച്ചർ എന്ത് ചെയ്തു? ഇതിൽ ഒരാളെ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. അല്ല, 2 പേരെ സെലക്ട് ചെയ്യണം. ഒരു ടീമാണ് വേണ്ടത്. നമുക്ക് ഒരു ടീമിനെയാണ് നമുക്ക് അയക്കേണ്ടത്. അപ്പൊ ഇതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യണം, ഇതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യണം. അപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ 200 വേസ് ഉണ്ട്, ഇവിടെ 150 വേസ് ഉണ്ട്. അപ്പൊ ഇതിൽ നിന്നും കൂടി 2 പേരെ സെലക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? 200 ഇൻറ്റു 150 ചെയ്യണം അല്ലേ? അതിനകത്ത് 15 ഇൻറ്റു 2 ചെയ്യുക. കാൽക്കുലേറ്റർ ചെയ്താലും മതി കേട്ടോ, 30. ബാക്കി പൂജ്യങ്ങളൊക്കെ അതിനകത്ത് ചേർത്ത് ചെയ്താൽ 1 2 3. ഒന്ന് ആലോചിച്ച് നോക്കി എത്ര വഴിയുണ്ടെന്ന്. 30,000 ഉണ്ട്. 30,000 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ ഇതിൽ നിന്ന് ഇങ്ങനെ പല രീതിയിൽ ഇവിടുന്ന് ഒരു പോയെടുത്ത് അവിടെ എടുത്ത് അങ്ങനെ 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 ചെയ്യാനായിട്ട് പറ്റും. കിട്ടിയോ? വളരെ ഈസിയാണ്. അത്ര വഴി. ഇനി വേറൊരു എക്സാമ്പിളിലേക്ക് പോവാം. ഓക്കെ, സാർ ഇവിടെ നമുക്ക് ഈ വാലന്റൈൻസ് ഡേക്കൊക്കെ നമ്മളൊരു റെഡ് സാധനം കൊടുക്കും അല്ലെ? ഫെബ്രുവരി 14 എന്ത് സാധനം പറയും? എന്താണ് വാലന്റൈൻസ് ഡേ കൊടുക്കുന്നത്? റോസ് അല്ലെ? റോസാപ്പൂവാണ് കൊടുക്കുന്നത്. പൊതുവെ അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഈ റോസാപ്പൂവിന്റെ സ്പെല്ലിംഗ് എന്താ? ROSE, റോസ്. ചില ആൾക്കാർക്ക് റോസിന്റെ പേരുണ്ട് കേട്ടോ. റോസിന്റെ പേരുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. റോസ്. ഓക്കെ, റെഡ് കളറാണ് റോസ്. നമ്മള് സ്നേഹത്തിന്റെ പ്രണയത്തിന്റെ ഒക്കെ സിമ്പിൾ ആണ് റോസ് എന്ന് പറയുന്നത്. അപ്പൊ ചോദ്യം ഇതല്ല, നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യണം. പല രീതിയിൽ അറേഞ്ച് ചെയ്യും. റോസിന് പകരം ഇവിടെ ഓ ആണ് ആദ്യം വന്നെങ്കിൽ എങ്ങനെ വായിക്കും? അല്ലെങ്കിൽ എസ് ആണ് ആദ്യം വന്നെങ്കിൽ എസിന്റെ സ്ഥലത്ത് ആറിന്റെ സ്ഥലത്ത് എസിന്റെ സ്ഥലത്ത് ആറും വരും, ഇവിടെ എസ് വരും. അപ്പൊ എന്താണ്? സോ എന്നൊക്കെ വായിക്കും അല്ലെ? അങ്ങനെ പല രീതിയിൽ ഇത് അറേഞ്ച് ചെയ്യാം. അപ്പൊ ഈ ലെറ്റേഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളോട് സാറ് പറയുകയാണ് അറേഞ്ച് ദീസ് ലെറ്റേഴ്സ്. 4 ഡിജിറ്റ് വേർഡ് ആണ് നിങ്ങളോട് അറേഞ്ച് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, സോ അവർ ക്വസ്റ്റ്യൻ ഈസ് റീഅറേഞ്ച് ദ ലെറ്റേഴ്സ്. ഓക്കെ, യൂസിങ് ഈച്ച് ലെറ്റർ എക്സാക്ട്ലി വൺസ്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത് വായിച്ചു നോക്കിയേ. ഹൗ മെനി യൂണിക്യൂ 4 ലെറ്റേഴ്സ് അറേഞ്ച്മെന്റ്? ഹൗ മെനി യൂണിക്യൂ 4 ലെറ്റേഴ്സ് അറേഞ്ച്മെന്റ് വിത്ത് ഓർ വിത്തൗട്ട് മീനിങ് അല്ലെ? ഫ്രോം യൂസിങ് ഈച്ച് ലെറ്റർ എക്സാക്ട്ലി വൺസ്. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്ന് പോസ് ചെയ്തിട്ടൊന്ന് എല്ലാവരും എഴുതിയെടുക്കുക. എന്താണ് ചോദ്യം? ഹൗ മെനി യൂണിക് 4 ലെറ്റേഴ്സ് അറേഞ്ച്മെന്റ് ഓർ വേർഡ്സ് വി ക്യാൻ ഫോം യൂസിങ് ഈച്ച് ലെറ്റർ എക്സാക്ട്ലി വൺസ്. അപ്പൊ നിങ്ങളോട് നാലെണ്ണം കാണിക്കാനായിട്ട് 1 2 3 4 4 ലെറ്റർ വേണം ഒരു വേർഡ്. ഇപ്പൊ ഉദാഹരണം റോസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓ എഴുതി, പിന്നെ ആർ എഴുതി, പിന്നെ എസ് എഴുതി. കണ്ടോ? ഇങ്ങനെ ഒരെണ്ണം ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ ഈ എഴുതിയിട്ട് ആറപ്പുറത്തേക്ക് ഉണ്ടാവും. അപ്പൊ ഇ ഒ എസ് ആ അങ്ങനെ 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 എത്ര എണ്ണം നിങ്ങൾക്ക് എഴുതാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യത്തിന്റെ അർത്ഥം. ഓക്കെ, പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ എഴുതാൻ പാടില്ല. അതായത് ആർ എഴുതി ഒ എഴുതി പിന്നെ എസ് എസ് അങ്ങനെ ഒരാള് 2 പ്രാവശ്യം വരാൻ പാടില്ല. മനസ്സിലായോ? യെസ്. അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ ഈ സൈഡിൽ നിന്നാണ് എപ്പോഴും തുടങ്ങുന്നത് കേട്ടോ. ഈ സൈഡിലേക്ക് നോക്കാം. ഈ സൈഡിൽ
ഇതിനകത്ത് ആർക്കൊക്കെ വരാം? ആർക്ക് വേണമെങ്കിലും വരാം. ഇ വരാം, എസ് വരാം, ഒ വരാം, ആർ വരാം. അപ്പൊ 4 ആളുകൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഇനി ഇങ്ങോട്ട് ആർക്ക് വരാം? ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ എഴുതാൻ എന്റെ കൂട്ടത്തിൽ. ഉദാഹരണമായിട്ട് ഇവിടെ എസ് ആണ് വന്നത് വിചാരിക്കും. അപ്പൊ ഞാൻ എഴുതുകയാണ് എസ്. ഇനി എന്റെ മുന്നിൽ 1, 2, 3 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ എസ് വന്നല്ലോ, എസ് പോയി. ഒരു എക്സാമ്പിൾ പറയും, 4 ആർക്ക് വേണമെങ്കിലും വരാം. അപ്പൊ 4 ഓപ്ഷൻ ആണുള്ളത്, പക്ഷെ അതിനകത്ത് എസ് വന്നു. എസ് വന്നാൽ പിന്നെ ഇവിടെ 3 അപ്പൊ ഈ പൊസിഷനിലേക്ക് ഇനി 3 പേർക്കേ വരാൻ കഴിയുള്ളൂ. ഉദാഹരണം ഒ വന്നു, അപ്പൊ ഒ പോയി. ക്ലിയർ? അപ്പൊ ഇനി ഈ പൊസിഷൻ, അതായത് അടുത്ത ലെറ്റർ എന്ന് പറയുന്നത് 2 പേരിൽ ആര് വേണമെങ്കിലും വരാം. ഒന്നില്ലെങ്കിൽ 6 അല്ലെങ്കിൽ 2. സപ്പോസ് ഇ വന്നു. ഓക്കെ, ഇനി ഈ പൊസിഷനിലേക്ക് ഒരൊറ്റ ലെറ്റർ വരുള്ളൂ അല്ലെ? 1. ക്ലിയർ? അപ്പൊ ഇവിടെ 1 വൈസ്, 2 വൈസ്, 3 വൈസ്, 4 വൈസ്, എം വൈസ്, എൻ വൈസ്, ഒ വൈസ്, പി വൈസ്. അപ്പൊ എല്ലാം കൂടി എന്ത് ചെയ്യണം? ഗുണിച്ചാൽ അതാണ് നമ്മുടെ ആൻസർ. So that is 1 into 2 into 3 into 4. This is our answer. അപ്പൊ 1 into 2 എത്രയാണ്? 2. 3 into 4 എത്രയാണ്? 12. 12 into 2 എത്രയാണ്? 24. അപ്പൊ നമുക്ക് എത്ര അറേഞ്ച്മെന്റ് പോസിബിൾ ആണ് മക്കളെ? 24 അറേഞ്ച്മെന്റ് പോസിബിൾ. നിങ്ങൾ എഴുതി നോക്കിയോ? 24 നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതിൽ കൂടുതൽ എഴുതാൻ പറ്റില്ല. അതിൽ കൂടുതൽ എഴുതണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇതേ ലെറ്റർ റിപ്പീറ്റ് ചെയ്തിട്ടാണെന്ന് വിചാരിക്കും. ഓക്കെ, സപ്പോസ് റിപ്പീറ്റ് ചെയ്യാം. അതായത് ഒരു ലെറ്റർ നമുക്ക് എത്ര ആണോ വേണമെങ്കിലും എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിന്റെ ആൻസർ എങ്ങനെ വരും? അങ്ങനെയാണെങ്കിൽ റിപ്പീറ്റഡ് ആണെങ്കിൽ, ഇപ്പൊ നേരത്തെ റിപ്പീറ്റ് ചെയ്യേണ്ടെന്നാണ് സാറ് പറഞ്ഞത്. ഇനി റിപ്പീറ്റഡ് ആണെന്ന് വിചാരിക്കും. ROSE റിപ്പീറ്റഡ് ആണ്. ഒരു എക്സാമ്പിൾ പറയും, ഇവിടെ 4 ആർക്ക് വേണമെങ്കിലും വരാം. സപ്പോസ് ഇവിടെ ഇ വന്നു വിചാരിക്കും. അപ്പൊ ഈ പൊസിഷനിൽ ആർക്ക് വേണമെങ്കിലും വരാം. ഇനി സെക്കൻഡ് പൊസിഷൻ, അവിടെയും വേണമെങ്കിൽ ഈ തന്നെ വരാം. ആർക്ക് വേണമെങ്കിലും വരാം 4. ഇവിടെയും ആർക്ക് വേണമെങ്കിലും വരാം, ഇവിടെയും ആർക്ക് വേണമെങ്കിലും വരാം. അതായത് ഈ 4 പേര് നീ ആയാലും പ്രശ്നമില്ല, റിപ്പീറ്റേഷൻ അലൗഡാണ്. ആണോ? അപ്പൊ അങ്ങനെ വരുമ്പോ ഓരോ പൊസിഷനിലും ഈ 4 ലെറ്റേഴ്സിൽ ഓരോ സ്ഥലത്തും ആർക്ക് വേണമെങ്കിലും വരാം. അപ്പൊ 4 ഇവിടെ വരാം, 4 ഇവിടെ വരാം, 4 ആര് വേണമെങ്കിലും ഇവിടെ വരാം, ഈ 4 ആര് വേണമെങ്കിലും ഇവിടെ വരാം. എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയും മക്കളെ? 4 into 4 into 4 into 4. 4 16. 4 16. 16 into 16. 16ന്റെ സ്ക്വയർ 256 അറേഞ്ച്മെന്റ് ആണ് പോസിബിൾ. അപ്പൊ നോക്കൂ, മറ്റ് റിപ്പീറ്റേഷൻ ഇല്ലാതെ 24 റിപ്പീറ്റേഷന് കൂടെ 256. എത്ര വ്യത്യാസം നോക്കി കണ്ടോ? അപ്പൊ ചോദ്യം നമ്മൾ പഠിക്കുമ്പോൾ റിപ്പീറ്റേഷൻ അലൗഡ്, റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ്, ഈ ഒരു കാര്യം വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. 2 ആൻസർ ഡിഫറെന്റ് ആണ്. ഓക്കെ, യെസ്. അപ്പൊ അടുത്ത എക്സാമ്പിളിലേക്ക് പോവാം. ഇനി നമ്മൾ സ്വാതന്ത്ര്യ ദിനത്തിനൊക്കെ എന്താണ് പതാക ഉണ്ടാക്കും അല്ലെ? എത്ര കളറുള്ള പതാക? നമ്മുടെ 3 കളർ അല്ലെ? മുകളിൽ ഓറഞ്ച് കളർ, പിന്നെന്താണ് നടുവിൽ വൈറ്റ്, പിന്നെ പച്ച. അങ്ങനെയാണോ? എങ്ങനെയാണ്? ഓക്കെ, അവിടെ 3 കളർ. നമ്മൾ പക്ഷെ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് 2 കളറുള്ള ഒരു ഫ്ലാഗാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ആ ഫ്ലാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാറ് കുറച്ച് കളറുകൾ തരാം. കളറുകൾ ഇതൊക്കെയാണ്: റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്. അപ്പൊ 4 കളറുകൾ നിങ്ങൾക്ക് തന്നിട്ട് പറയാണ് നിങ്ങളൊരു കൊടി ഉണ്ടാക്കണം. ആ കൊടിക്ക് 2 കളറേ പാടുള്ളൂ. അപ്പൊ ഇതിനകത്ത് ഒരു കുട്ടി ഉണ്ടാക്കിയത് റെഡ് എടുത്ത് ഇവിടെ വെച്ചു, ബ്ലൂ എടുത്ത് വെച്ചു. സിമ്പിൾ ആയിട്ട് ഒരു കൊടി ഉണ്ടാക്കി. ഓക്കെ, വേറൊരു കുട്ടി അങ്ങനെയല്ല ഉണ്ടാക്കിയത്. താഴെ ബ്ലൂ അല്ല വെച്ചത്, ആ കൊച്ച് ഗ്രീൻ ആണ് വെച്ചത്. അങ്ങനെ എത്ര തരത്തിൽ കൊടികൾ ഉണ്ടാക്കാം? ഡിഫറെന്റ് ആയിട്ടുള്ള എത്ര കൊടികൾ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പൊ ചോദ്യം ഇവിടെ വന്നിട്ട് ഒന്ന് വായിച്ചു നോക്കിയേ. ഇമാജിൻ യു ഹാവ് 4 ഫ്ലാഗ്സ്, ഓൾ ഡിഫറെന്റ് കളേഴ്സ്. എല്ലാ ഫ്ലാഗും ഡിഫറെന്റുകളാണ്. റെഡ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ. ഓക്കെ, കളേഴ്സ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. എ വാലിഡ് സിഗ്നൽ റിക്വയർഡ് 2 ഫ്ലാഗ്സ്, 1 പൊസിഷൻ റൈറ്റ് ബിലോ ദി അതർ. നിങ്ങൾക്ക് ഒരു സിഗ്നൽ കൊടുക്കാനായിട്ട് ഒരു ഫ്ലാഗ് വേണം. പക്ഷെ ഫ്ലാഗിന്റെ പ്രത്യേകത നിങ്ങൾക്ക് തന്നിരിക്കുന്ന 4 കളറുകളിൽ ഏതെങ്കിലും 2 കളർ ഉപയോഗിച്ചിട്ട് വേണം അത് ഉണ്ടാക്കാൻ. അപ്പൊ നമുക്കിത് എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ടോപ്പിലെ അറേഞ്ച്മെന്റും പിന്നെന്താണ് ബോട്ടത്തിലെ അറേഞ്ച്മെന്റ്, 2 അറേഞ്ച്മെന്റ് ആണ് നമുക്കുള്ളത്. ടോപ്പിൽ ഈ 4 പേരിൽ ആര് വേണമെങ്കിലും വരാം. ഓക്കെ,
അപ്പൊ ടോപ്പിൽ അറേഞ്ച്മെന്റ് എത്ര പേര് വരാം? 4 പേര്. ബോട്ടത്തിലോ? ഉദാഹരണം റെഡ് വന്നു വിചാരിക്കും, റെഡ് വന്നു. ഇനി ബാക്കി 3 പേരിൽ ഒരാളല്ലേ ഇവിടെ വരൂ. അപ്പൊ ബോട്ടത്തിൽ 3 പേര് വരും. അപ്പൊ ഇത് രണ്ടും കൂടി കുടിച്ചാൽ പോരെ മക്കളെ? വളരെ ഈസി അല്ലേ? 4 into 3 ആൻസർ 12 ways. ഓക്കെ, ക്ലിയർ ആണ്? ക്ലിയർ ആണ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്കൊരു 5 നമ്പേഴ്സ് ഉണ്ട്. 1 2 3 4 5. ഓക്കെ, there are 5 numbers. 5 numbers കേട്ടാ. Suppose there are 5 numbers 1 2 3 4 5. ഓക്കെ, അപ്പൊ അതിനകത്ത് ചോദ്യം ഇതാണ്, നിങ്ങളോട് ഫോം 3 ഡിജിറ്റ് നമ്പേഴ്സ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് 3 ഡിജിറ്റ് നമ്പർ നിങ്ങൾ ഉണ്ടാക്കണം. 2 കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ റിപ്പീറ്റേഷൻ അലോ ചെയ്തു, റിപ്പീറ്റേഷൻ ഉണ്ട്. രണ്ടാമത്തേത് റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ്. ഇങ്ങനെ 2 കേസാണ്. അതായത് റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ് ആദ്യം ചെയ്യാം കേട്ടോ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ അങ്ങനെയായിട്ട് എഴുതുക, എന്താണ്? റിപ്പീറ്റേഷൻ അലൗഡ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ്. ചുരുക്കി എഴുതിയിരിക്കണോ കേട്ടാ. ഒന്നാമത്തെ എന്താണ്? റിപ്പീറ്റേഷൻ അലൗഡ്, റിപ്പീറ്റേഷൻ വരാം. രണ്ടാമത്തേത് റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ്. ഓക്കെ, അയ്യോ ഞാൻ റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ് ആണ് ആദ്യം ചെയ്യാനുള്ളത്. റിപ്പീറ്റേഷൻ അലൗഡ് രണ്ടാമത്തെ കേട്ടോ. അങ്ങനെ എത്ര ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ പറയാണ്? 3 ഡിജിറ്റ്. 3 ഡിജിറ്റ്. ഓക്കെ മക്കളെ, അപ്പൊ ഞാൻ ഇവിടെ ഒരു ഡിജിറ്റ് വരച്ച്, ഇവിടെ വരച്ച്, ഇവിടെ വരച്ച് 3 പൊസിഷനാണ്. അപ്പൊ ഒന്ന് ഇമാജിൻ ചെയ്യാം, ഈ 5 പേരിൽ ആർക്ക് വേണമെങ്കിലും ഈ പൊസിഷനിൽ വരാം. 5 ചാൻസസ് ഉണ്ട്. ഉദാഹരണമായി അവിടെ 4 വന്നു. 4 വന്നു. ഈ 2 പൊസിഷൻ ഉണ്ട്. അപ്പൊ 4 വന്നു കഴിഞ്ഞാൽ പിന്നെ 4 വന്നുവല്ലോ. പിന്നെ അവിടെ എത്ര വരുള്ളൂ? 4 വരുള്ളൂ. അപ്പൊ അടുത്ത പൊസിഷനിൽ 4 പേർക്ക് വരാനുള്ള ഓപ്ഷൻ. ഉദാഹരണം അവിടെ 3 വന്നു. ഓക്കെ, അപ്പൊ ഇനി അവിടെ എത്ര നമ്പേഴ്സ് ഉള്ളൂ? 3 നമ്പേഴ്സ് ഉള്ളൂ. അപ്പൊ ഈ പൊസിഷനിൽ 3 നമ്പേഴ്സ്, ഇതിനകത്ത് ഏതെങ്കിലും ഒരാൾ എന്താ 3 വേസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 3 into 4 into 5. 3 4 12. 12 into 5 5 2 10 60. 60 വേസ് ആണ് റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ്. റിപ്പീറ്റേഷൻ അലോ ചെയ്യുന്നില്ല. റിപ്പീറ്റേഷൻ അലോ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ് മക്കളെ. ഈ 5 അങ്ങനെ 3 തവണ 5 പേരും 3 സ്ഥലത്ത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ വളരെ ഈസിയാണ്. ഇവിടെയും 5 എണ്ണം വരാം, ഇൻറ്റു ഇവിടെയും 5 എണ്ണത്തിൽ ആര് വേണമെങ്കിലും വരാം, ഇൻറ്റു ഇവിടെയും 5 എണ്ണത്തിൽ ആര് വേണമെങ്കിലും വരാം. അതായത് 5 raised to 3 കാൽക്കുലേറ്റർ ചെയ്താൽ മതി 125. 125 വേസ്. ഈസി ആണോ? ഈസി ആണല്ലേ? ഓക്കെ, അപ്പോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത എക്സാമ്പിളിലേക്ക് പോവാം. കുറെ എക്സാമ്പിളിലൂടെ നമ്മൾ കൺസെപ്റ്റ് ബ്രെയിനിലേക്ക് അടിച്ച് കയറ്റണം. ഓക്കെ, അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ വരുന്നുണ്ടെന്ന് വായിച്ചു നോക്കാം. A room has 7 doors. In how many ways can a man enter the room through എന്താണ് 1 door? ഒരു ഡോറിലൂടെ കയറണം. ഒരു റൂമിന് എന്താണ് 7 ഡോർ ഉണ്ട്. അതിനകത്ത് ഒരു ഡോറിലൂടെ നിങ്ങൾക്ക് കയറാൻ പറ്റുള്ളൂ. ഓക്കെ, ആൻഡ് കം ഔട്ട് ത്രൂ എ ഡിഫറെന്റ് ഡോർ. പക്ഷെ തിരിച്ചു വരേണ്ടത് വേറെ ഡോറിലൂടെ. സോ ഇതിനർത്ഥം മനസ്സിലായി? ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കുക, എഴുതുക, അതിന്റെ അർത്ഥം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എന്താണ് ചോദ്യം? നിങ്ങൾക്ക് 7 ഡോർ ഉണ്ടെന്ന്. ഇതൊരു വീടാണ്. ആ വീട്ടിലേക്ക് ഇതൊരു വീടെത്താം. ആ വീട്ടിലേക്ക് കയറാൻ നിങ്ങളുടെ മുന്നിലേക്ക് എന്താണ് 7 ഡോർ ഉണ്ട്. 1 2 3 4 5 6 7. 7 ഡോർ. 1 2 3 4 5 6 7. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡോറിലൂടെ അകത്തേക്ക് കയറാം. സപ്പോസ് ഞാൻ 3ാമത്തെ ഡോർ തുറന്ന അകത്തേക്ക്. ഓക്കെ, പക്ഷെ ഞാൻ അകത്തേക്ക് കയറുന്ന ഡോറിലൂടെ ആയിരിക്കരുത് തിരിച്ചിറങ്ങേണ്ടത്. സ്വാഭാവികമായിട്ടും എന്താണ് ഞാൻ തിരിച്ചിറങ്ങിയത്? സപ്പോസ് 5ാമത്തെ ഡോറിലൂടെ ഞാൻ തിരിച്ചിറങ്ങിയത്. ഇതിലൂടെ പോയി ഇതിലൂടെ തിരിച്ചിങ്ങോട്ട്. ഓക്കെ, അപ്പൊ അങ്ങോട്ട് കയറാൻ തരുത്. ഇത് കയറുന്നതിന് മുന്നേ ഞാൻ നോക്കുമ്പോൾ എനിക്ക് 7 തരത്തിൽ ഓപ്ഷൻ ഉണ്ട്. 7 വേസ് ഉണ്ട്. എനിക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പക്ഷെ കയറി കഴിഞ്ഞാൽ ഞാൻ നോക്കുമ്പോഴോ, അകത്ത് നിന്ന് നോക്കുമ്പോഴോ, ഞാൻ വന്ന ഡോർ എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല.
അകത്ത് നോക്കുമ്പോൾ 6 ഡോറേ ഉള്ളൂ. കണ്ടോ? അപ്പൊ 7 ആദ്യം നമുക്ക് ചെല്ലാം, 6 രണ്ടാം. കിട്ടിയോ? അത് ഇപ്പുറത്ത് ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ നേരത്തെ ഇതുപോലെ 7 പിന്നെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 6 അപ്പൊ എത്രയും 6 7 42 വേസ് മാത്രമാണ് നമുക്കുള്ളത്. കയറുന്നത് ഒരു ഡോറ്, തിരിച്ചിറങ്ങേണ്ടത് വേറെ ഡോറാണെങ്കിൽ, കയറുന്ന ഡോറിൽ കൂടെ തന്നെ തിരിച്ചിറങ്ങാൻ പറ്റുമെങ്കിൽ 7 × 7 49. അത് ആ റിപ്പീറ്റേഷൻ അലോഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാമേ. അടുത്തൊരു പരീക്ഷയാണ്. ഒരു ടീച്ചർ ഒരു സ്കൂളിലെ എക്സാം, നിങ്ങൾ ടീച്ചറെ പറയാനല്ലോ എക്സാം ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ വരുമ്പോൾ 8ാമത്തെ എക്സസൈസിലെ ആദ്യത്തെ 3 ദിവസത്തിലും 10ാമത്തെ എക്സസൈസിലെ ആദ്യത്തെ 2 ദിവസത്തിനൊക്കെ പഠിച്ചിട്ട് വരണമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ട്യൂഷൻ ക്ലാസ്സിൽ നിന്നും ഒക്കെ എന്താണ് വോയിസ് നോട്ടും ഇതൊക്കെ കിട്ടൂലേ അല്ലേ? നിങ്ങൾ പറയൂലേ മകളെ അടുത്ത ദിവസം വരുമ്പോൾ ഇന്ന ചാപ്റ്ററിലെ ഇന്ന ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് വരണമെന്ന് പറയൂലേ? അതുപോലെ ഒരു ടീച്ചർ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് അടുത്തത്. ഇൻ എ മന്ത്ലി ടെസ്റ്റ്, ഒരു മാസം നടക്കുന്ന ടെസ്റ്റിൽ the teacher decided that, ടീച്ചർ തീരുമാനിച്ചു, there will be 3 questions, 3 questions ആണുള്ളത്. ഓക്കെ, അപ്പൊ 3 questions ടീച്ചർ, ക്വസ്റ്റ്യൻ നമ്പർ 1, ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2, ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3, 3 ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ഇടാൻ പോകുന്നത്. ഓക്കെ, യെസ്. 1 ഫ്രം ഈച്ച് ഓഫ് ദ എക്സസൈസ്. അപ്പൊ ടീച്ചർ കുട്ടികൾക്ക് പഠിക്കാൻ കൊടുത്ത എക്സസൈസ്, നിങ്ങൾ വരുമ്പോ ഈ എക്സസൈസ് പഠിച്ചിട്ട് വരണം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ കുട്ടികൾക്ക് ടീച്ചർ ഏത് എക്സസൈസ് ആണ്? അപ്പൊ ടീച്ചർ പറയാണ് 7 8 9 എക്സസൈസ് 7, എക്സസൈസ് 7 പഠിക്കണം, എക്സസൈസ് 8 പഠിക്കണം, എക്സസൈസ് എന്താണ് 9 പഠിക്കണം. കുട്ടികൾ ഹാപ്പി ആയി, പഠിച്ചോളാം ടീച്ചറെ. ശരി, മുഴുവൻ പഠിക്കണമെന്ന് വെച്ചു. ടീച്ചർ പറഞ്ഞു എക്സസൈസ് 7 എന്താണ് 15 ക്വസ്റ്റ്യൻ, 15 ക്വസ്റ്റ്യൻ ഉണ്ട്, അത്രയും പഠിക്കണം. ഓക്കെ, എക്സസൈസ് 8 നിങ്ങൾ പഠിക്കേണ്ടത് 10 ക്വസ്റ്റ്യൻ, സോറി 11 ഇത് 11 ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇവിടെ വരുന്നുണ്ട് നോക്കാം കേട്ടാ. ഇതിനകത്ത് 15 ക്വസ്റ്റ്യനും 9 10 ക്വസ്റ്റ്യൻ, ഇങ്ങനെയാണ് ടീച്ചർ പറഞ്ഞത്. അപ്പൊ അത് വായിച്ചു നോക്കിയേ. There are 11 questions in exercise 7. 7ാമത്തെ എക്സസൈസിൽ 11 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 15 in exercise 8. 8ാമത്തെ ക്വസ്റ്റ്യനിൽ 15 എണ്ണം ഉണ്ട്. And 10 in exercise 9. 9ാമത്തെ ക്വസ്റ്റ്യനിൽ 10 എണ്ണം ഉണ്ട്. In how many ways can their question be selected? അപ്പൊ ടീച്ചർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുമ്പോ ഇതിന്ന് 3 എണ്ണത്തിൽ നിന്നും ടീച്ചറിന് ക്വസ്റ്റ്യൻ എടുക്കണം വേണ്ടേ? അപ്പൊ എങ്ങനെയെല്ലാം ടീച്ചർക്ക് അത് എടുക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തുന്നത്. അതായത് എത്ര വേസ് പോസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നോക്കാം. ആദ്യത്തെ ഇതിനകത്തേക്ക് ടീച്ചർ എന്താണ് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ടീച്ചർക്ക് ഏതെങ്കിലും ഒരു എക്സസൈസ് സെലക്ട് ചെയ്തു. സപ്പോസ് ഈ ഓർഡറിൽ തന്നെ സെലക്ട് ചെയ്തു. അപ്പോ 11 ക്വസ്റ്റ്യൻസ് എല്ലാം എടുക്കാൻ പറ്റുള്ളൂ. 7ാമത്തെ സെലക്ട് ചെയ്യണമെങ്കിൽ 11. അപ്പൊ അടുത്തൊരു എക്സസൈസ് നിന്നാണ്. അപ്പൊ 15. അടുത്തതോ അടുത്ത എക്സസൈസ് 10. 3 കൂടി ഗുണിച്ചാ 11 × 15 × 10, 11 × 150 അല്ലെ? അപ്പൊ 15 × 11, 1 5 5 1 1 1 5 5 1 5 6 0 ചേർത്ത് കഴിഞ്ഞാൽ 1650 വേസ്. അത്രേ ഉള്ളൂ നോക്കല്ലേ, ഈസി ക്വസ്റ്റ്യൻ. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടോ എന്ന് വായിച്ചു നോക്കിയേ. In how many ways can 6 letters be posted in 5 letter boxes? സ്വന്തമായിട്ട് ഒന്ന് ചെയ്തു നോക്കാം. How many ways can 6 letters, 6 ലെറ്റർ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇമാജിൻ നിങ്ങളുടെ കയ്യിൽ 6 ലെറ്റർ. ഓക്കെ, ബി പോസ്റ്റഡ് ഇൻ 5 ലെറ്റർ ബോക്സ്. അപ്പൊ നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ ചെന്നപ്പോ 5 ബോക്സ് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ 6 ലെറ്റർ ഉണ്ട്. ഈ 5 ബോക്സിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇടാം. എത്ര രീതിയിൽ ഇടാൻ? 6 എണ്ണവും നിങ്ങൾ ഇടണം. ഓക്കെ, ഇതാണ് ചോദ്യം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ അല്ലേ? 6 ലെറ്റർ 5 ബോക്സ്. ലെറ്റർ എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക? സിമ്പിൾ ആയിട്ട് ഇതാണ് ലെറ്റർ. ഓക്കെ, അങ്ങനത്തെ നിങ്ങളുടെ കയ്യിൽ എത്ര ലെറ്റർ ഉണ്ട്? 1 2 3 4, ഓക്കെ ഇപ്പുറത്ത് വരയ്ക്കുക, 5 6 ലെറ്റർ ഉണ്ട്. 1 2 3 4 5 6 6 ലെറ്റർ.
നിങ്ങൾ ഇത് പോസ്റ്റ് ചെയ്യാനായിട്ട് ചെന്നേക്കാണ്, അവിടെ പോസ്റ്റ് ഓഫീസ് ചെന്നേക്കാണ്. അപ്പൊ അവിടെ 5 ബോക്സ് ഉണ്ട്. 1 2 3 4 5. ഇവിടെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാനുള്ള സാധനം കേട്ടോ. ഓക്കെ, എത്ര തരത്തിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം, എങ്ങനെ ചെയ്യും? ഇവിടെ 1 2 3 4 5. ഒന്ന് ആലോചിച്ചോ. അപ്പൊ നിങ്ങൾ ഇതിനെ ഇങ്ങോട്ട് ഇടുന്നതായിട്ടാണ് നിങ്ങളിപ്പോ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് അല്ലേ? 6 ലെറ്റർ 5 ബോക്സ് കൊണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ ഈ 6 എണ്ണവും കൂടി ഞാൻ ഒരു ഇതിനകത്ത് ഇട്ടാൽ എങ്ങനെ? അല്ലെങ്കിൽ ഇതിലെല്ലാം ഓരോന്നും ഇട്ടുന്നതായിരിക്കും, എല്ലാത്തിലും ഓരോന്നിട്ട്. അപ്പൊ 5 ഒരെണ്ണം ബാക്കി വരും. അപ്പൊ ആ ബാക്കിയുള്ളത് എന്തിലിടും? വേറെ ഒരെണ്ണത്തിനകത്തേക്ക് ഇടണമല്ലോ. അപ്പൊ ഒരെണ്ണത്തിൽ തന്നെ 2 എന്തായാലും വരും, ഉറപ്പായിട്ടും വരും. അപ്പൊ ഒരു ബോക്സിൽ തന്നെ ഒന്നിൽ കൂടുതൽ തവണ എനിക്ക് ഇടാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ചിന്തിക്കുന്നതിന് വരെ തിരിച്ച് അങ്ങോട്ട് ചിന്തിച്ചു നോക്കി. ഓക്കെ, ഈ 5 ബോക്സിലേക്കും ഈ ഒന്നാമത്തെ ലെറ്റർ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇടാം. അതായത് ഈ ഒന്നാമത്തെ ലെറ്റർ ഇടാനായിട്ട് ഈ 5 ബോക്സിലും ഇടാം. അത് ഇതിനകത്ത് ഏത് വേണമെങ്കിലും ഒന്നാമത്തെ ലെറ്ററിനെ ഈ 5 ബോക്സിൽ ഏത് വേണമെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പൊ ഒന്നാമത്തെ ലെറ്ററിൽ 5 വേസ്. ഓക്കെ, ക്ലിയർ? ഈ രണ്ടാമത്തെ ലെറ്ററിനോ? രണ്ടാമത്തെ ലെറ്റർ എനിക്ക് ഇഷ്ടമുള്ള ഏതിൽ വേണമെങ്കിലും ഇട്ടൂടെ? അതായത് ഒന്നാമത്തെ ലെറ്റർ ഇതിനകത്ത് വന്നു എന്ന് വിചാരിച്ച് രണ്ടാമത്തെ ലെറ്റർ ഇതിനകത്ത് ഇടാതിരിക്കേണ്ട ആവശ്യമില്ല, ഇതിനകത്ത് വേണമെങ്കിൽ ഇടാന്ന്. അപ്പൊ രണ്ടാമത്തെ ലെറ്ററും 5 വേസ്, മൂന്നാമത്തെ ലെറ്ററും 5 വേസ്, നാലാമത്തെ ലെറ്ററും 5 വേസ്, അഞ്ചാമത്തെ ലെറ്ററും 5 വേസ്, ആറാമത്തെ ലെറ്ററും 5 വേസ്. 1 2 3 4 5 6. അപ്പൊ 5 എത്ര തവണ വന്നു? 6 തവണ. 5⁻6 ചെയ്താൽ മതി. അതായത് 5 × 5 × 5 × 6 തവണ കുടിക്കുന്നതിന് പകരം 5⁻6 നിങ്ങളുടെ കാൽക്കുലേറ്റർ ഒക്കെ ഉള്ളതല്ലേ. അതുകൊണ്ട് ഞാനൊന്നും കുടിച്ച് കാണിച്ചു തരില്ല, കാൽക്കുലേറ്ററിൽ കുടിക്കുക. ഫൈനൽ ആൻസർ ഈസ് 15,625. ശരിയാ? അപ്പൊ ഇത് നേരത്തെ പോലെ ചിലപ്പോ തിരിച്ചു ചിന്തിച്ചത് ചിലപ്പോ കുട്ടികൾ തെറ്റിച്ചെന്ന് വരും. അതുകൊണ്ട് സാറി പറഞ്ഞ രീതിയിലൊന്ന് അതിനൊന്ന് റീക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. നമ്മളിപ്പോ കാണുന്ന ഒരു ട്രെൻഡാണ് അല്ലെ, MCQ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. നമ്മൾ വിചാരിക്കും 4 ആൻസർ ഉണ്ടല്ല, സുഖമാണ്. പക്ഷെ അതായിരിക്കും നമ്മളെ കൊണ്ട് തെറ്റിക്കുക. അപ്പൊ അതുപോലെ ഒരു സ്കൂളിൽ നടക്കുന്ന MCQ ആണ്. MCQ അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ക്വസ്റ്റ്യൻ വരുന്നുണ്ടെന്ന് വായിച്ചു നോക്കിയേ. ഇൻ ആൻ എക്സാമിനേഷൻ, ഒരു എക്സാമിനേഷനിൽ there are 3 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. 3 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആൻഡ് ഈച്ച് ക്വസ്റ്റ്യൻ ഹാസ് 4 ചോയ്സസ്. നമുക്കറിയാലോ, ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ 4 ചോയ്സ് ഉണ്ട്, ABCD. അതുപോലെ ഈച്ച് ക്വസ്റ്റ്യനും ഇതുപോലെ തന്നെ 4 ചോയ്സസ് ഉണ്ട്. ഫൈൻഡ് ദ നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് എ സ്റ്റുഡന്റ്, ഒരു സ്റ്റുഡന്റ് ക്യാൻ ഫെയിൽ ടു ഗെറ്റ് ഓൾ ആൻസർ കറക്റ്റ്. മനസ്സിലായോ? അതായത് ഒരു കുട്ടി ഇങ്ങനെ അത് 3 എഴുതുകയാണ്. ഉദാഹരണം പറഞ്ഞ ക്വസ്റ്റ്യൻ നമ്പർ 1. ക്വസ്റ്റ്യൻ നമ്പർ 1 ABCD ഓപ്ഷൻ ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 2 അതിനകത്തും A,B,C,D ഓപ്ഷൻ ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 3 അതിനകത്തും A,B,C,D ഓപ്ഷൻ ഉണ്ട്. സപ്പോസ് ഇത് സാറി ഈ വരച്ചിരിക്കുന്നതാണ് റൈറ്റ് ആൻസർ എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ ഒരു കുട്ടി പരീക്ഷ എഴുതാൻ, നിങ്ങളാണ് കുട്ടി സ്റ്റുഡന്റ് 1. നിങ്ങൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ B എഴുതി. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ A എഴുതി. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ D എഴുതി. ഓക്കെ, നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടി, എല്ലാം ശരിയായി. 3 മാർക്ക് കിട്ടി നിങ്ങൾക്ക്, 3/3 ഫുൾ മാർക്ക് കിട്ടി. എന്റെ ചോദ്യം, ഫുൾ മാർക്ക് കിട്ടുന്നത് ഒരു കോമ്പിനേഷനേ ഉള്ളൂ. അതായത് A ഇവിടെ, B ഇവിടെ, A ഇവിടെ, സോറി D. പിന്നെ ഒരു കുട്ടി എഴുതി ഇങ്ങനെയാണ്, ഒരു കുട്ടി ഇങ്ങനെ എഴുതി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ B, അത് ശരിയായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ A, അതും ശരിയായിരുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അവൻ C എഴുതി, തെറ്റിപ്പോയി. അപ്പൊ 3 ശരിയായോ? ഇല്ല. എന്റെ ചോദ്യം ഇതാണ്, 3 ശരിയാവാത്തത്, അതായത് തെറ്റിപ്പോകാനുള്ള എണ്ണം എത്ര കോമ്പിനേഷൻസ് ഇതിനകത്ത് തെറ്റിപ്പോകും എന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. ഒന്നുകൂടി ചോദ്യം വെച്ച് നോക്കിയേ. ഫെയിൽ ടു ഗെറ്റ് ഓൾ ആൻസർ കറക്റ്റ്. അതായത് നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എത്ര തവണ നിങ്ങൾക്ക് മാക്സിമം ട്രൈ ചെയ്യാൻ കഴിയും? എത്ര തവണ ട്രൈ ചെയ്യുമ്പോഴാണ് തോറ്റു പോകുന്നത്? എത്ര തവണ ട്രൈ ചെയ്യുമ്പോഴാണ് ജയിക്കുന്നത്? നമുക്കറിയാം,
ജയിക്കുന്നത് ഒരിക്കലും ഒരു തവണയേ ഉള്ളൂ, ഒരു ക്വസ്റ്റ്യൻ ഒരു ഓപ്ഷനേ ശരിയുള്ളൂ. ഓക്കെ, അപ്പോ മൊത്തം എത്ര രീതിയിൽ ഒരു കുട്ടിക്ക് ആൻസർ എഴുതാന്ന് ആദ്യം അറിയണം. അപ്പൊ നോക്കൂ നമുക്ക്. അപ്പൊ ഇവിടെ എത്ര ഓപ്ഷൻ ഉണ്ട്? 4 ഓപ്ഷൻ. ഇവിടെ എത്ര ഓപ്ഷൻ ഉണ്ട്? 4 ഓപ്ഷൻ. ഇവിടെ എത്ര ഓപ്ഷൻ ഉണ്ട്? 4 ഓപ്ഷൻ. അപ്പൊ 4 × 4 × 4 എന്ന് പറയുമ്പോൾ 16 × 4 എന്ന് പറയുമ്പോൾ 64 തരത്തിൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ എഴുതാം. ഇതിനകത്ത് ഒരെണ്ണം മാത്രമാണ് കറക്റ്റ്. അപ്പൊ 64 - 1 ആ കറക്റ്റ് ഉള്ളത് ഒഴിവാക്കിയ ബാക്കി 63 വേസും എന്താണ്? റോങ് ആണ്. അപ്പൊ ഫെയിൽ ആവാനുള്ള നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത് 63 ആണ് എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ വരുന്നത്. ക്ലിയർ ആണോ? യെസ്. ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ദിവസം നോക്കാം. ഇന്നെ സെറ്റ് സിറ്റി, അതായത് ടെലിഫോൺ നമ്പറിന്റെ ഒരു കളിയാണ്. ടെലിഫോൺ നമ്പർ നമ്മുടെ പണ്ടൊക്കെ ഞങ്ങളുടെ വീടിന്റെ അവിടെയൊക്കെ പണ്ട് STD AST എന്ന് പറഞ്ഞൊരു ബൂത്ത് ഉണ്ടായിരുന്നു. നമ്മൾ ഈ ജംഗ്ഷനിലെങ്കിലും മക്കളെ. അപ്പൊ നമുക്ക് അവിടെ 1 രൂപ കോയിൻ ഇട്ടിട്ട് ഇങ്ങനെ വിളിക്കാം. ഓക്കെ, അപ്പോ അന്ന് ടെലിഫോൺ ഡയറക്ടറി എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്, ഇപ്പോഴൊക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് 6 നമ്പർ ഉണ്ടാവും. ടെലിഫോണിന്റെ നമ്പർ 6, ഇന്നത്തെ പോലെ 10 നമ്പർ അല്ല, 6 നമ്പറാണ്. സ്റ്റാർട്ട് ചെയ്യണ 2 നമ്പർ എല്ലാവരുടെയും സെയിം. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇവിടെ വരുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം ആദ്യം തന്നെ. ഇവിടെ താഴെ ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചു നോക്കി. ഇനി സെർട്ടൻ സിറ്റി, ഒരു സിറ്റിയില് ഓൾ ടെലിഫോൺ നമ്പേഴ്സ് ഹാവ് 6 ഡിജിറ്റ്. അപ്പൊ 6 ഡിജിറ്റ് ഉള്ള ടെലിഫോൺ നമ്പറാണ്. ഒരു ഡിജിറ്റ് ഇവിടെ, ഒരു ഡിജിറ്റ് 2, 3, 4, 5, 6. അപ്പൊ 6 ഡിജിറ്റ് ഉണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, 6. The first 2 digit is always, എപ്പോഴും, being, എപ്പോഴും എന്തായിരിക്കും? 41. ആദ്യത്തെ 2 ഡിജിറ്റ്, ഈ 2 ഡിജിറ്റ് എന്ന് പറയുന്നത് ഏത് സമയത്തും ഒന്നില്ലെങ്കിൽ 41 ആയിരിക്കും, അല്ലെങ്കിൽ 42 ആയിരിക്കും, പിന്നെ എന്താ പറയണ 46, അല്ലെങ്കിൽ 46, അല്ലെങ്കിൽ 64. ഓക്കെ, പിന്നെന്താ പറയണത് 62. ഓക്കെ, 62 കഴിഞ്ഞിട്ട് 64. മൊത്തം 1, 2, 3, 4, 5 നമ്പർ അല്ലേ? 41, 42, 46, 62, 64. ഇത് ഫിക്സഡ് ആണ് മക്കളെ, ഇത് ഫിക്സഡ് ആണ്. ഫിക്സഡ്, ഇത് മാറ്റില്ല. ഒന്നില്ലെങ്കിൽ 41 ആയിരിക്കും, അല്ലെങ്കിൽ 42, അല്ലെങ്കിൽ 46, അല്ലെങ്കിൽ 62, അല്ലെങ്കിൽ 64. ഓക്കെ ആണല്ലോ? യെസ്. ചോദ്യം എന്താണ്? ഹൗ മെനി ടെലിഫോൺ നമ്പേഴ്സ് ഹാവ് ഓൾ 6 ഡിജിറ്റ് ഡിസ്റ്റിങ്ക്ട്? ശ്രദ്ധിക്കണം, നിങ്ങളോട് പറയുകയാണ് എത്ര ടെലിഫോൺ നമ്പർ ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ എല്ലാ നമ്പറും വ്യത്യസ്തമായിരിക്കും. ഓക്കെ, ഇതാണ് ചോദ്യം. അപ്പൊ നമ്മളിവിടെ നോക്കുമ്പോ 6 പൊസിഷൻ ഉണ്ട്. അതിനകത്ത് സപ്പോസ് 41 ആണ് ഇവിടെ എന്ന് വരിക, അതായത് 4, 1. അപ്പൊ 41 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര നമ്പർ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ നമുക്ക് നോക്കാം 41 വെച്ചിട്ടുള്ള എത്ര നമ്പർ. നമ്മുടെ മുന്നിലുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 0, 1, 2, 3, 4, 5, 6, 7, 8, 9. ഇത്രയും നമ്പറുകളായിരിക്കും ഇവിടെ വരാൻ ചാൻസ് ഉള്ളത്. അതിനകത്ത് ഓൾറെഡി 41 വന്നു കഴിഞ്ഞു. അപ്പൊ 41 വേണ്ട, 4 വേണ്ട, 1 വേണ്ട. അപ്പൊ അത് 2 മാറ്റം. ഓക്കെ, ഇനി എത്ര നമ്പർ ഉണ്ടെന്ന് എണ്ണി നോക്കി. 1, 2, 3, 4, 5, 6, 7, 8. ടോട്ടൽ നമുക്ക് വരുന്നത് 8 നമ്പേഴ്സ്. ഓക്കെ, ഈ 8 നമ്പറിൽ ആര് വേണമെങ്കിലും ഇവിടെ വരാം. അപ്പൊ ഇവിടെ വരാനുള്ള ചാൻസ് 8 എണ്ണം. ഓക്കെ, ഉദാഹരണമായിട്ട് അവിടെ 2 വന്നു. 2 മാറ്റമായി. ഇനി എത്ര നമ്പർ ഉണ്ട് ഇവിടെ? ഇനി നമുക്ക് ഇവിടെ 7 നമ്പർ. 1, 2, 3, 4, 5, 6, 7. അപ്പൊ ഇവിടെ ഈ പൊസിഷനിൽ ഇവിടെ വന്ന നമ്പർ വരാൻ പാടില്ല. ബാക്കിയുള്ള 7 നമ്പറിൽ ആര് വേണമെങ്കിലും വരാം. ഇനി എഴുതാലോ. ഇവിടെയോ 6 നമ്പർ വരാം, ഇവിടെയോ 5 നമ്പർ. കണ്ടോ, ഓരോന്നോരോന്ന് കുറഞ്ഞു വരും. അപ്പൊ ഇത് ഫിക്സഡ് ആണ്. 41, എല്ലാത്തിന്റെ മുന്നിൽ 41. ഇത് മാത്രമാണ് ഇങ്ങനെ മാറി. ഇതെല്ലാം കൂടി ഒന്ന് കാണിക്കാം. ഓക്കെ, സോ യു വിൽ ഗെറ്റ് 8 × 7 × 6 × 5. 7 എത്രയാണ്? 7, 49, 7, 56 × I6 30 അല്ലെ? 56 × 3, 3, 6, 8, 3, സോറി 8, 6, 1, 13, 15, 1, 16.
പൂജ്യം ചേർത്ത് എഴുതിയാൽ 1680 വേസ് ആണ്, അല്ലെങ്കിൽ അത്രയും നമ്പേഴ്സ് ആണ് 41 സ്റ്റാർട്ട് ചെയ്യുന്ന ഫോൺ നമ്പർ, ഓരോ ഡിജിറ്റും വ്യത്യസ്തമായിട്ടുള്ളത്. ഓക്കെ, ഇനി വീണ്ടും 42 സ്റ്റാർട്ട് ചെയ്യണതോ വീണ്ടും ഇതുപോലെ ചെയ്യണ്ട. കാരണം ഇത് മാത്രമാകുന്നു 42 ആകുമ്പോഴും ഇവിടെ എഴുതേണ്ടത് ഇങ്ങനെയൊക്കെ തന്നെ. അപ്പോ 42 സ്റ്റാർട്ട് ചെയ്യണതും ഇത്ര എണ്ണം ഉണ്ടാവും. അപ്പൊ 42 സ്റ്റാർട്ട് ചെയ്യണതും 1680 എണ്ണം വരും, 46-ലും 1680 വരും, 62-ലും 1680 എണ്ണം വരും, 64-ലും 1680 വരും. 1680 എത്ര പ്രാവശ്യം വന്നു? 41-ല് വന്നു, 42-ല് വന്നു, 46, 62, 64. പക്ഷെ 1, 2, 3, 4, 5, അതായത് 1680 ഇൻറ്റു 5. മനസ്സിലായോ? അപ്പൊ ആദ്യം നമുക്ക് 192 5 0 ചേർക്കാം. 8 40 0 സിസ്റ്റം 4, 6 30 4, 34 4 സിസ്റ്റം 3, 5 5 3 8, 1 0 ചേർക്കാം. 8400. ഓക്കെ, അപ്പൊ 8400 ടെലിഫോൺ നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതിനകത്ത് 1680 നമ്പർ സ്റ്റാർട്ട് വിത്ത് എന്താണ് 41 ആയിരിക്കും. അതുപോലെ 1650 നമ്പർ സ്റ്റാർട്ട് വിത്ത് 42, ദെൻ നെക്സ്റ്റ് പെയർ 46, 62, 64. ശരിയോ? ഈ രീതിയിലാണ് നമ്മൾ കണക്കിനെ സമീപിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പൊ അടുത്ത ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോവാം. അടുത്ത മക്കളെ നമുക്ക് ഓഡ് നമ്പറുകൾ ഉണ്ടാക്കാം. 3 ഡിജിറ്റ് 3 ഡിജിറ്റ് ഉള്ള ഓഡ് നമ്പേഴ്സ് ഉണ്ടാക്കുന്ന ക്വസ്റ്റാണ്. ക്വസ്റ്റ്യൻ ഇവിടെ വരുന്നത് വായിച്ചു നോക്കിയേ. ഹൗ മെനി 3 ഡിജിറ്റ് ഓഡ് നമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ് ബൈ യൂസിങ് ദ ഡിജിറ്റ് 1 2 3 4 5 6. അതായത് നമുക്ക് 6 നമ്പറുകൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? 1 2 3 4 5 6. ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ 3 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കണ്ട. ഒരു ഡിജിറ്റ്, സെക്കൻഡ് ഡിജിറ്റ്, തേർഡ് ഡിജിറ്റ്. ഓക്കെ, ഈ നമ്പർ എന്താണ് പ്രത്യേകത? ഓഡ് നമ്പർ ആയിരിക്കണം മക്കളെ. ഓഡ് നമ്പർ പ്രത്യേകത, ഓഡ് നമ്പർ. ഇതിനൊരു എക്സാമ്പിൾ പറയാം. ഓഡ് നമ്പറിന് ഉദാഹരണം 1 2 3 വരാം, 3 4 5 വരാം, അല്ലെ? അല്ലെങ്കിൽ 4 1 4 2 1 വരാം. ഇതൊക്കെ എന്താണ്? ഓഡ് നമ്പറാണ്. ഓഡ് നമ്പറിന്റെ പ്രത്യേക അവസാനത്തെ സംഖ്യ എന്തായിരിക്കണം? ഓഡ് ഡിജിറ്റ് ആയിരിക്കണം. അങ്ങനെ ഓഡ് ഡിജിറ്റ് വരുന്നത് ഇവിടെ 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. അപ്പൊ ഓഡ് ഡിജിറ്റ് വരുന്നത്, ഓഡ് ഡിജിറ്റ് മനസ്സിലാക്കണം കേട്ടോ. ഓഡ് ഡിജിറ്റ് വരുന്നത് 3 എണ്ണമാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ആ കാര്യം നിങ്ങൾ ബ്രെയിനിലേക്ക് കയറ്റാം. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. ദ റിപ്പീറ്റേഷൻ ഓഫ് ഡിജിറ്റ് ഈസ് നോട്ട് അലൗഡ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതാണ്. ദ റിപ്പീറ്റേഷൻ ഓഫ് ഡിജിറ്റ്, റിപ്പീറ്റേഷൻ പാടില്ല. അതായത് വന്ന നമ്പർ പിന്നെ വരാൻ പാടില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ റിപ്പീറ്റേഷൻ ഓഫ് ഡിജിറ്റ് ഈസ് അലൗഡ്. റിപ്പീറ്റേഷൻ അലോ ചെയ്യാം. ഇതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പൊ ഒന്നാമത്തെ പ്രോബ്ലം എന്താണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ്. അപ്പൊ അതാണ് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു 3 ഡിജിറ്റ് നമ്പറിൽ ഇത് യൂണിറ്റ് പ്ലേസും, ഇത് ടെൻത്തിന്റെ പ്ലേസും, ഇത് 100ന്റെ പ്ലേസും ആണ്. അങ്ങനെയാണല്ലോ നമ്മൾ പറയാം. 10 10 100. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു നമ്പർ ഓഡ് നമ്പർ ആകണമെങ്കിൽ അതിന്റെ യൂണിറ്റ് പ്ലേസിൽ ഐദർ 3 വേണം, അല്ലെങ്കിൽ 5 വേണം, അല്ലെങ്കിൽ 1 വേണം. അതായത് ഓഡ് നമ്പേഴ്സ് എവിടെ വരണം? ഇവിടെ വരണം. ഇവിടെ നമുക്ക് ഈ 3 വരില്ല, ആരെങ്കിലും ഒരാളെ വരും. ഇവിടെ 2 വരൂല. അപ്പൊ ഇവിടെ നമ്മൾ ഇതിനകത്ത് 1 വരോ 3 വരോ 5 വരോ നമുക്ക് അറിയില്ല. പക്ഷെ 3 എണ്ണത്തിൽ ഒരാളായിരിക്കും ഇവിടെ വരാം. അപ്പൊ ഇവിടത്തെ ചാൻസസ് എന്ന് പറഞ്ഞാൽ 3 എണ്ണം, 3 വേസ്. അത് ഓക്കെയാണല്ലോ. ഉദാഹരണമായിട്ട് അവിടെ 5 വന്നു വിചാരിക്കും. 5 വന്നു. റിപ്പീറ്റേഷൻ പാടില്ല എന്നല്ലേ പറഞ്ഞേക്കണം. അപ്പൊ ഈ ഒരു പൊസിഷനിൽ ആര് വരാം? അതായത് 5 പോയി മക്കളെ, 5 പോയി. ഇനി എത്ര നമ്പർ ഉണ്ടെന്ന് നോക്കി. ഈ പൊസിഷനിൽ ഒറ്റയും വരാം, ഇരട്ടയും വരാം, ഈവൻ നമ്പർ ഓഡ് നമ്പർ ഒക്കെ വരാം. ഇനി എത്ര നമ്പർ? 1 2 3 4 5 നമ്പർ ഉണ്ടാവും. അപ്പൊ 5 ചാൻസസ് ആണ്. കിട്ടിയല്ലോ. ഉദാഹരണമായിട്ട് അവിടെ 2 വന്നു. ഓക്കെ, ഇനി ഒരു പൊസിഷൻ നമുക്കുള്ളൂ. അവിടെ എത്ര പേർക്ക് വരാം? 1 2 3 4 4 നമ്പേഴ്സിന് വരാം. കണ്ടോ? അപ്പൊ അതെല്ലാം കൂടി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് 4 × 5 × 3 14 20 × 3 60 60 വേസ്. റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ്. മനസ്സിലായോ? ഒന്നുകൂടി പറയാം ഞാൻ സാറ്, ചില കുട്ടികൾക്ക് തെറ്റിക്കും. യൂണിറ്റ് പ്ലേസിൽ ഒറ്റക്ക സംഖ്യ വരാൻ പാടും.
അല്ലെങ്കിൽ അത് ഈ 3 ഡിജിറ്റ് നമ്പർ ഓഡ് നമ്പർ ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുക്കുന്നത്. അപ്പൊ യൂണിറ്റ് പ്ലേസിൽ വരാൻ സാധ്യതയുള്ള ഒറ്റക്ക നമ്പറുകൾ ഏതൊക്കെയാണ്? 1 വരാം, 3 വരാം, അല്ലെങ്കിൽ 5 വരാം. 3 ആര് വേണമെങ്കിലും വരാം. അപ്പൊ 3 കിട്ടും. അതിൽ ഒരാൾ വന്നു എന്ന് വിചാരിക്കാം, ഉദാഹരണം 5 വന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ബാക്കി ഞാൻ ഇവിടെ എത്ര നമ്പർ ഉണ്ട്? മൊത്തം 6 നമ്പർ ഉണ്ട്, ബാക്കി 5 നമ്പർ ഉണ്ട്. അപ്പൊ ഈ സെക്കൻഡ് പൊസിഷനിൽ 5 നമ്പറിൽ വരാം, ആര് വേണമെങ്കിലും വരാം. ഉദാഹരണമായി 2 വന്നു. അപ്പൊ 5ന്ന് ഒരാളും കൂടി കുറഞ്ഞു, ഇനി 4 നമ്പർ ഇവിടെ ബാക്കിയുള്ളൂ. ഫോർ എക്സാമ്പിൾ 1, 3, 4, 6. അപ്പൊ ഇനി ഇവിടെ വരാൻ ചാൻസ് ഉള്ളത് ഈ ഒരു പൊസിഷനിൽ 100ന്റെ പ്ലേസിൽ 4 നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറേ വരത്തുള്ളൂ. അപ്പൊ അവിടെ 4 വരും. അപ്പൊ 4ഉം 5ഉം 3ഉം കൂടി കുടിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടി? 60 വൈസ് കിട്ടും. ഇതാണ് റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ്. ഓക്കെ, ക്ലിയർ? യെസ്. ഇനി അടുത്തത് എന്താ? റിപ്പീറ്റേഷൻ അലൗഡ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിപ്പീറ്റേഷൻ അലോ ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. റിപ്പീറ്റേഷൻ വരാം, അതായത് വന്ന നമ്പറിനെ വീണ്ടും വീണ്ടും വരാം. ഉദാഹരണമായിട്ട് എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 1, 1, 1 അല്ലെ, 2, 2, 1 കണ്ടോ? പക്ഷെ ഒരു പ്രത്യേകത, അപ്പോഴും ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കണം? ഓഡ് നമ്പർ ആയിരിക്കണം. എന്നാൽ മാത്രമേ അത് ഓഡ് നമ്പർ ആവുള്ളൂ, ആ 3 സംഖ്യ. അപ്പൊ ആ ഒരു കണ്ടീഷനിൽ റിപ്പീറ്റേഷൻ അലോ ചെയ്താലും അലോ ചെയ്തില്ലെങ്കിലും ആ കണ്ടീഷൻ മാറൂല. കാരണം ഓഡ് നമ്പർ കിട്ടണമെങ്കിൽ അവസാനത്തെ ഡിജിറ്റ് ഓഡ് നമ്പർ തന്നെയായി. അപ്പോ ഇവിടത്തെ ആ ഒരു ചാൻസ് എന്ന് പറയുന്നത് അപ്പോഴും 3 തന്നെയാണ്, അതിനകത്ത് വ്യത്യാസം ഇല്ല. അപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ നമ്പർ ഒന്നും എഴുതുന്നതാണ്. ഉദാഹരണമായിട്ട് 5 വന്നു വിചാരിക്കും, 5 വന്നു. അപ്പൊ 5 വന്നെങ്കിൽ ഇനിയും വേണമെങ്കിൽ ഇവിടെ 5 വരാം. 5 പോകുന്നില്ല കേട്ടോ. ഇനി 6 പേരിൽ ആർക്ക് വേണമെങ്കിലും ഇവിടെ വരാതെ. അപ്പൊ ഇവിടുത്തെ ചാൻസ് എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ ഇവിടെ 5 വന്നിട്ട് ഇവിടെ വീണ്ടും 5 തന്നെ വന്നു, വീണ്ടും വേണമെങ്കിൽ 5 വന്നു ഇവിടെ വരാം. അപ്പൊ ഇവിടുത്തെ ചാൻസ് എന്ന് പറയുന്നത് എന്നാ 6 ആണ്. അപ്പൊ ഓൺലി ഈ ഒരു ഭാഗത്ത് മാത്രമാണ് മക്കളെ വ്യത്യാസമുള്ളത്, അത് ഓർത്തിരിക്കുക. ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 6, 6, 36 ഇൻറ്റു 3, 36 ഇൻറ്റു 3, 3, 6, 1, 3, 9, 10. ആൻസർ 108 ബേസ്. ക്ലിയർ ആണോ? റിപ്പീറ്റേഷൻ അലോഡ് ആണെങ്കിൽ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. ഫൈൻഡ് ദ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് ഗ്രേറ്റർ ദാൻ 6,000 ആൻഡ് ലെസ് ദാൻ 7,000. ഓക്കെ, വിച്ച് ആർ ഡിവിസിബിൾ ബൈ 5 പ്രൊവൈഡഡ് ദാറ്റ് നോ ഡിജിറ്റ് ഈസ് ടു ബി റിപ്പീറ്റഡ്. ഒന്നുകൂടി വായിക്കാം സാർ, ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് ഗ്രേറ്റർ ദാൻ 6,000. 6,000-നേക്കാളും മീതെയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഇൻഡിജേഴ്സ് നിങ്ങൾ കണ്ടെത്തണം. പക്ഷെ അത് 7,000-നേക്കാളും താഴെ ആയിരിക്കണം. അപ്പൊ 6,000-ന് മീതുള്ള ഒരു സംഖ്യ പറഞ്ഞേ 6,001 ഒരു സംഖ്യയല്ലേ? ഓക്കെ, യെസ്. 7,000-ന് താഴെയുള്ള ഒരു സംഖ്യ പറഞ്ഞാൽ 6,999. 7,000 താഴെയുള്ള ഒരു സംഖ്യ ഏറ്റവും അടുത്ത് കിടക്കുന്നത്. പക്ഷെ അങ്ങനെ എല്ലാവരും പറ്റൂല. എന്താണ് കണ്ടീഷൻ? കണ്ടീഷൻ ഉണ്ട്, വിച്ച് ആർ ഡിവിസിബിൾ ബൈ 5. അത് 5 വെച്ച് ഹരിക്കാൻ പറ്റണം. മക്കളെ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് ഇവിടെ. 5 വെച്ച് ഹരിക്കണമെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് ഒന്നില്ലെങ്കിൽ 5 ആയിരിക്കണം, അല്ലെങ്കിൽ 0 ആയിരിക്കണം. അപ്പൊ അതാണ് ഒന്നാമത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്. ഇപ്പൊ ഇവിടെ നമ്മൾ ഓഡ് നമ്പർ ആവണമെങ്കിൽ ഓഡ് നമ്പർ തന്നെ ആയിരിക്കണമെന്ന് പറഞ്ഞില്ലേ ലാസ്റ്റ് ഡിജിറ്റ്. അതുപോലെ 5 വെച്ച് ഹരിക്കണം, ഡിവൈഡ് ചെയ്യണമെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കണം? 5 or 0 ആയിരിക്കണം, ആയേ പറ്റൂ. ഓക്കെ, അപ്പൊ നമുക്കറിയാം 6,000 മുതൽ 7,000 വരെ എന്ന് പറയുമ്പോൾ ഉദാഹരണം 6,000. ഓക്കെ, 7,000 വരെ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2, 3, 4 പൊസിഷൻ ഉണ്ട്. 1, 2, 3, 4. ഇതിനകത്ത് ഈ സംഖ്യ എപ്പോഴും 6 ആയിരിക്കും. ഇത് ഫിക്സഡ് ആണ്. കാരണം 6,000-ന് മീതെ എന്നല്ല പറഞ്ഞത്, 6,000-ക്ക് എന്താണ് അപ്പ് മീതെ, 7,000-ന് താഴെ. ഇനി നമ്മൾ പറഞ്ഞു ഈ ഒരു പൊസിഷൻ, അതായത് യൂണിറ്റ് പ്ലേസിലേക്ക് നമുക്ക് 0 അല്ലെങ്കിൽ 5 വരാൻ പാടുള്ളൂ. ഒന്നില്ലെങ്കിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും 5 ആയിരിക്കും. അപ്പൊ നമുക്ക് നിലവിലുള്ള നമ്പേഴ്സ് ഒന്ന് എഴുതി നോക്കാം. 0, 1, 2, 3, 4, 5, 6, 7, 8, 9. ഈ 9 നമ്പറുകളിൽ ഒന്നില്ലെങ്കിൽ 0 അല്ലെങ്കിൽ 5. അതായത് 2 ഓപ്ഷനാണ് ഈ യൂണിറ്റ് പ്ലേസിൽ വരുള്ളൂ. അപ്പൊ യൂണിറ്റ് പ്ലേസിൽ 2 ഓപ്ഷൻ, 10 നമ്പർ നമുക്കുണ്ട്, അതിനകത്ത് 2 എണ്ണം ഇവിടെ. ഉദാഹരണമായിട്ട്
അവിടെ 5 വന്നു. കിട്ടിയല്ലോ, 5 വന്നു. അപ്പൊ 5 പോയി കേട്ടോ. ക്ലിയർ? അപ്പൊ ഇവിടെ ഈ പൊസിഷൻ, അപ്പൊ ഈ പൊസിഷൻ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു, 5 വന്നു. ഈ പൊസിഷനിൽ ഇനി ആർക്കൊക്കെ വരാം, എത്ര പേർക്ക് വരാം എന്നുള്ളതാണ് എന്റെ ചോദ്യം. എത്ര പേര് ഇവിടെ ഉണ്ട്? ഒന്ന് എണ്ണി നോക്കിയേ. 1 2 3 4 അല്ലേ? 5 6 7 8 ആൾക്കാരെ കാണാം. കാണുന്നില്ലേ? ഒന്ന് ആലോചിക്ക്. 1 2 3 4 5 6 7 8 9 പേരുണ്ട്. പക്ഷെ 8 എന്ന് സാറ് പറഞ്ഞു. എന്താ കാരണം? 6 ഓൾറെഡി വന്നു. 6 വേണ്ട, 6നെയും മറന്നേക്കും മക്കളെ. 6 ഇവിടെ ഉണ്ട്, റിപ്പീറ്റേഷൻ പാടില്ല. അപ്പൊ 8 ഉള്ളൂ. 1 2 3 4 5 6 7 8. അപ്പൊ ഇവിടെ 8 ഓപ്ഷൻ ആണ് ഉള്ളത്, മനസ്സിലായോ? അപ്പോ ഈ ഒരു പൊസിഷനിലേക്ക് 8 പേർക്ക് വരാം. ഓക്കെ, ഈ നിലവിലുള്ള 8 പേര് ഞാനിവിടെ 4 വരത്തില്ല, 4 വന്നു. ഇനി എത്ര പേരുണ്ട്? 1 2 3 4 5 6 7 7 പേർക്ക് വരാം. ഇങ്ങോട്ട് 7 പേര്. ഇവിടെ ഫിക്സഡ് ആണ്, അതുകൊണ്ട് ഇത് എപ്പോഴും എല്ലാവരുടെയും നമ്പർ 6 ആണ്. അതുകൊണ്ട് നോക്കണ്ട. അപ്പൊ ഇതെല്ലാം കൂടി കുറിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ആയി. സോ വാട്ട് ഈസ് ദ ആൻസർ? 7 7 ഇൻറ്റു n2 16. 7 ഇൻറ്റു 16 ചെയ്യാം. 16 ഇൻറ്റു 7 6 6 47 42 2 6 4 ഒരു 7 7 4 11 112. സോ 112 ways. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. അപ്പൊ ഇത്രയും നേരം നമ്മൾ പഠിച്ചതൊക്കെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. ഇങ്ങനെ മൾട്ടിപ്പിൾ ചെയ്താണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കാണ്, അതുകൊണ്ട് നമ്മുടെ ഈ ലെസൺ തീരും, മീൻസ് ഇന്നത്തെ ക്ലാസ് കഴിയും. അപ്പൊ ഇതുവരെ പഠിച്ച കുട്ടികൾ ഇനിയുള്ള 2 പ്രോബ്ലമേ ഉള്ളൂ. അത് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് അഡീഷൻ വെച്ചിട്ട് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. അപ്പൊ എന്താണ് ആ ഒരു കൺസെപ്റ്റ്, എപ്പോഴാണ് നമ്മൾ അത് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നമ്മൾ അതിനകത്ത് ഈസി ആയിട്ട് മനസ്സിലാക്കിയെടുക്കണം. അതുപോലെ ആരും നിർത്തി പോരുത്, മുഴുവനായിട്ട് കാണും. ഓക്കെ, കണ്ട് വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്ക്, ഒരു ഷെയർ, ഒരു കമന്റ്, അത്ര മതി. ഓക്കെ, യെസ്. അപ്പൊ അടുത്ത ഹെഡിങ് എഴുതി വെക്കാം നോട്ട്ബുക്കിൽ, ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് അഡീഷൻ, FPA. ഓക്കെ, അതെന്താണ് നോക്കാം. സിമ്പിൾ ആണ്. ഇപ്പൊ നമ്മൾ ചെയ്ത കാര്യങ്ങൾ തന്നെ വേറൊരു രീതിയിൽ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, ആ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്ത ഒരു പ്രോബ്ലം ഉണ്ട്, അത് ഉദാഹരണമായിട്ട് ആദ്യം ചെയ്ത പ്രോബ്ലത്തിൽ നോക്കിക്കോളൂ. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് കൗണ്ടിങ്, മൾട്ടിപ്ലിക്കേഷനും ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് കൗണ്ടിങ് അഡീഷനും ആണ് ഇപ്പൊ പറയാൻ പോകുന്നത്. ഓക്കെ, ദിസ് ഈസ് അഡീഷൻ, FPA എന്ന് പറഞ്ഞു ശരി. അപ്പൊ ഞാൻ പറഞ്ഞു, ബോയ്സ്, നിങ്ങളുടെ സ്കൂളിലെ ബോയ്സ് 200 പേരും നിങ്ങളുടെ സ്കൂളിലെ ഗേൾസ് 150 പേരും ഉണ്ട്. ടീച്ചർ ഇതിൽ നിന്ന് ഒരു കോമ്പറ്റീഷന് ഒരു ഗേളിനെ, ഒരു ബോയിനെ എടുക്കണം, ഒരു ഗേളിനെയും എടുക്കണം. അപ്പോ നമ്മൾ പറഞ്ഞു ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 200 ഇൻറ്റു 150 അല്ലെ? അങ്ങനെ നമ്മൾ 30,000 വേസ് എന്ന് പറഞ്ഞു. ഇതാണ് ഇപ്പൊ നിലവിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം. അപ്പൊ നമ്മൾ ഇത് M ബേസ് ആണ്, ഇത് N ബേസ് ആണെങ്കിൽ M ഇൻറ്റു N ചെയ്താൽ മതി എന്ന് ഫോർമുല രൂപത്തിൽ നമ്മൾ പഠിച്ചു. ക്ലിയർ? ഇത് നിങ്ങൾക്ക് ഇപ്പൊ അറിയാലോ, ഈസി അല്ലേ? ഈസിയാണ്. ഇതേ സെയിം ക്വസ്റ്റ്യൻ അഡീഷനിൽ നമ്മൾ ചെയ്യാൻ പോകും. സെയിം ക്വസ്റ്റ്യൻ, ഇവിടെ 200 പേരാണ്, ഇവിടെ 150 പേരാണ്. ഇവിടെ ക്വിസ് കോമ്പറ്റീഷനിൽ പോവേണ്ടത് 2 പേരല്ല, ഒന്നില്ലെങ്കിൽ ഒരു ബോയ് ഓർ അല്ലെങ്കിൽ ഒരു ഗേൾ. സോ ഇതിന്റെ അർത്ഥം മനസ്സിലായോ? ഇവിടെ 2 പേര് ടീമായിട്ടാണ് പോണെങ്കിൽ ഇവിടെ അങ്ങനെയല്ല, ഒന്നില്ലെങ്കിൽ ഒരു ബോയ് പോവാം അല്ലെങ്കിൽ ഒരു ഗേൾ, ഒരാൾക്ക് പങ്കെടുക്കാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യും? ബോയ് എത്ര തരത്തിൽ പോവാം? 200 തരത്തിൽ. ഗേൾ ആണെങ്കിലോ 150 തരത്തിൽ. രണ്ടും കൂടി കൂട്ടിയാൽ 350 വേസ്. അത്രേ ഉള്ളൂ. ഇതാണ് അഡീഷൻ. അപ്പൊ നിങ്ങൾക്ക് M ബേസ്, ഇത് M ബേസ് ആണ്, ഇത് N ബേസ് ആണ്. N ബേസ് ആണെങ്കിൽ M പ്ലസ് N ബേസ് ആയിരിക്കും ഫൈനൽ ആൻസർ. അതായത് M ബേസ്, അതായത് ആൺകുട്ടിക്ക് 200 എണ്ണത്തിൽ 200 ഏത് ആൺകുട്ടി വേണമെങ്കിൽ പോകും. 200 തരത്തിൽ പോകും. പെൺകുട്ടിയാണ് ടീച്ചർ ചൂസ് ചെയ്യണമെങ്കിൽ 150 തരത്തിൽ പോകും.
അപ്പൊ ടീച്ചറുടെ മുന്നിൽ ആൺകുട്ടീനെ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ പെൺകുട്ടീനെ എടുക്കാം. പക്ഷെ ഒരാളെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ടീച്ചർക്ക് എത്ര ഓപ്ഷൻസ് ഉണ്ട്? 200 ആൺകുട്ടികളുടെ ഓപ്ഷൻസ് ഉണ്ട്, 150 പെൺകുട്ടികളുടെ ഓപ്ഷൻസ് ഉണ്ട്, ടോട്ടൽ 350 ഓപ്ഷൻസ് ഉണ്ട്. അത്രേ ഉള്ളൂ. കുറവാണ് ഒരാൾ പങ്കെടുക്കും. പക്ഷെ ഒരു ടീമിന് പങ്കെടുക്കുമ്പോൾ ടീച്ചർക്ക് എത്ര ഓപ്ഷൻസ് ഉണ്ട്? 30. ദിസ് ഈസ് ആൻ അറേഞ്ച്മെന്റ് കേട്ടോ. കോമ്പിനേഷൻ നമ്മൾ സെലക്ഷൻ അത് പിന്നീട് പറയും. അപ്പോ ഇതാണ് നമ്മുടെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. എന്തിനാണ് അല്ലെങ്കിൽ എപ്പോഴാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് അടുത്ത പ്രോബ്ലം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. ഇൻ ഹൗ മെനി വേസ്, ക്വസ്റ്റ്യൻ വായിക്കാം, 2 books of different languages can be selected from 10 ഹിന്ദി, 10 ഹിന്ദി പുസ്തകമുണ്ട്, 5 ഇംഗ്ലീഷ്, 5 ഇംഗ്ലീഷ് പുസ്തകമുണ്ട്, 7 സംസ്കൃതം, സംസ്കൃതം 7 ബുക്കുണ്ട്. നിങ്ങളോട് പറയണത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 ബുക്ക് അതിൽ നിന്ന് എടുക്കാം, എങ്ങനെയൊക്കെ എടുക്കാം, എത്ര തരത്തിൽ എടുക്കാം, ഇതാണ് ചോദ്യം. ചോദ്യം അവിടെ വന്നിട്ടുണ്ടെന്ന് വായിച്ചു നോക്കുക, എഴുതിയെടുക്കുക, എന്നിട്ട് ആൻസർ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റും നോക്കി. അതായത് ഇപ്പൊ നമ്മൾ പഠിച്ച ഈ 2 മെത്തേഡ്, 2 പ്രിൻസിപ്പിളിന്റെയും കൂടി ഒരു കോമ്പിനേഷൻ ആണ് നമ്മൾ അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഏത് രീതിയിലാണ് അതിനെ ചിന്തിക്കേണ്ടത് നമുക്ക് നോക്കാം. ആദ്യം അവൈലബിൾ ആയിട്ടുള്ള ലാംഗ്വേജും ബുക്കുകളും എന്തൊക്കെയാണ് നോക്കാം. ഹിന്ദി എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്, പിന്നെ വരുന്നത് എന്താ, ഇംഗ്ലീഷ്. ഹിന്ദി പുസ്തകം 10 പുസ്തകം ഹിന്ദിയുടെ ഉണ്ട്. ഓക്കെ, ഇംഗ്ലീഷ് പുസ്തകം നിങ്ങളുടെ കയ്യിൽ 5 എണ്ണം ഉണ്ട്, 5 പുസ്തകം. സാൻസ്ക്രിറ്റ് അതായത് സംസ്കൃതം നിങ്ങളുടെ ഇടയിൽ 7 എണ്ണം, 7 ബുക്ക് ഉണ്ട് സാൻസ്ക്രിറ്റ്. അതൊക്കെ ബുക്കാണ്. നിങ്ങൾ ഇതിൽ നിന്ന് ഒരു ബുക്ക് എടുത്തു, ഫോർ എക്സാമ്പിൾ ഹിന്ദി ബുക്ക് ഒരെണ്ണം എടുത്തു, പ്ലസ് ഒരു ഇംഗ്ലീഷ് ബുക്ക് എടുത്തു. ക്ലിയർ? ഹിന്ദിയും ഇംഗ്ലീഷും എടുത്തു. ഹിന്ദി തന്നെ 10 എണ്ണത്തില് 1ാമത്തെ ബുക്കും, ഇംഗ്ലീഷിൽ 5 എണ്ണത്തില് 5ാമത്തെ ബുക്കാണ് എടുത്തെങ്കിൽ 1ാമത്തെ 5ാമത്തെ, അതൊരു കോമ്പിനേഷൻ അല്ലേ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 ലാംഗ്വേജിലെ ബുക്ക്, 2 ഡിഫറെന്റ് ലാംഗ്വേജ് ആയിരുന്നു, 2 ലാംഗ്വേജിൽ പുസ്തകം കൊടുക്കുകയാണെങ്കിൽ എത്ര തരത്തിലെടുക്കാം, ഇതാണ് ചോദ്യം. അപ്പൊ നമ്മളിവിടെ 3 പേരുള്ള സ്ഥിതിക്ക് 3 കേസസ് ആ വരുന്നത്. 1ാമത്തെ കേസ് ഒരു കുട്ടി ഹിന്ദിയും ഇംഗ്ലീഷും എടുത്തു, 2ാമത്തെ കേസ് ഒരു കുട്ടി ഹിന്ദിയും സംസ്കൃതവും എടുത്തു, 3ാമത്തെ കേസ് ഇംഗ്ലീഷും സംസ്കൃതവും എടുത്തു. ഇത്രയല്ലേ വരുള്ളൂ. സാറേ ഇംഗ്ലീഷും ഹിന്ദിയും എടുത്തൂടെ, അത് തന്നെയാണ് ആദ്യം പറഞ്ഞത്. ഇനി സംസ്കൃതവും ഹിന്ദി എടുത്തൂടെ, അത് തന്നെ രണ്ടും സെയിം ആണ്. സംസ്കൃതവും ഇംഗ്ലീഷും എടുത്തൂടെ, അങ്ങനെ ചോദിക്കരുത് കേട്ടോ. അപ്പൊ ഹിന്ദിയും ഇംഗ്ലീഷും എടുക്കുമ്പോൾ 2 ലാംഗ്വേജ് ആയി, ഹിന്ദിയും സംസ്കൃതവും എടുക്കുമ്പോൾ അതും വേറൊരു സെക്ഷൻ. ഇവിടെ 3 സെക്ഷനും നമ്മൾ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിച്ചിട്ട് ഈ 3 കൂടി ആഡ് ചെയ്യുമ്പോൾ എന്തായത് FPA ആയി, ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് അഡീഷൻ ആയി. മനസ്സിലായോ? അപ്പൊ ഈ ഒരു രീതിയിൽ എത്ര എണ്ണം പറ്റും, ഈ ഒരു രീതിയിൽ എത്ര എണ്ണം പറ്റും, ഈ ഒരു രീതിയിൽ എത്ര എണ്ണം പറ്റും, അതെല്ലാം കൂടി കൂട്ടുമ്പോൾ ടോട്ടൽ എത്ര എണ്ണം പറ്റും, ഇതാണ് ഇതിന്റെ ഐഡിയ. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം. ഹിന്ദി, ഹിന്ദി എത്ര ബുക്ക് ഉണ്ട്? 10 ബുക്ക്, 10 വേസ് ഇൻറ്റു. ഇംഗ്ലീഷ് എത്ര ബുക്ക് ഉണ്ട്? 5 വേസ്, 10 × 5 50 തരത്തിൽ ഇതെടുക്കാം. ഓക്കെ, അടുത്തത് വീണ്ടും ഹിന്ദി എത്ര ബുക്ക് ഉണ്ട്? 10 ബുക്ക്. സംസ്കൃതം എത്ര ബുക്ക് ഉണ്ട്? 7 ബുക്ക്, 10 × 7 70. ഓക്കെ, വീണ്ടും ഇംഗ്ലീഷ് എത്ര ബുക്ക് ഉണ്ട്? 5 ബുക്ക്. സംസ്കൃതം എത്ര ബുക്ക് ഉണ്ട്? 7 ബുക്ക്, 7 × 5 35. കണ്ടോ? ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ആവും. സോ ടോട്ടൽ ഫൈനൽ ആൻസർ ഈസ് 50 + 70 + 35. അതായത് 50 + 70 + 35. 5 7 3 10 5 15 155. 155. ഇതാണ് എന്റെ ആൻസർ. കിട്ടിയോ? അപ്പോ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് എന്താണ് അഡീഷൻ മനസ്സിലായല്ലോ. ഓക്കെ, ക്ലിയർ. അപ്പൊ മക്കളെ, നമ്മുടെ ക്ലാസിന്റെ അവസാനത്തെ ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. കുറെ നേരം ആയല്ലേ നിങ്ങൾ പഠിക്കണം. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് തനിയെ ഒന്ന് ചെയ്ത് നോക്കണം. കിട്ടിയാ നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. ഇത് എളുപ്പമാണെന്ന് വിചാരിച്ച് തള്ളിക്കളയരുത് കേട്ടാ. ഇത് മനസ്സിലാക്കിയാലാണ് അടുത്തത് നമുക്ക് പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും കൃത്യമായിട്ട് മനസ്സിലാവും. എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഒരു പോയിന്റ് പോലും, ഒരു ടോപ്പിക് പോലും കൃത്യമായി മനസ്സിലാക്കാതെ പോവരുത് പരീക്ഷ. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇവിടെ വന്നുള്ളത് വായിച്ചു നോക്കിയേ. എന്താണ് ക്വസ്റ്റ്യൻ വന്നേക്കണേ?
നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടാ. ഒന്ന് വായിച്ചു നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്ക് കേട്ടാ. ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ലെസ് ദാൻ 1000 1000 താഴെയുള്ള ഒറ്റ സംഖ്യകൾ ക്യാൻ ബി ഫോംഡ് ബൈ യൂസിങ് ദ ഡിജിറ്റ് 0 2 5 7. അപ്പോ 0 ഉണ്ട്, 2 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്. 1000 താഴെയുള്ള എന്ത് നമ്പറുകൾ നിങ്ങൾ എടുക്കണം? ഓഡ് നമ്പേഴ്സ്. ഇതാണ് ചോദ്യം. എന്താണ്? ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ലെസ് ദാൻ 1000 1000 താഴെ ക്യാൻ ബി ഫോംഡ് ബൈ യൂസിങ് ദ ഡിജിറ്റ്. പക്ഷെ ആ ഡിജിറ്റുകൾ ഇതായിരിക്കണം. ഇത് വെച്ചിട്ടുള്ള നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വെൻ ദ റിപ്പീറ്റേഷൻ ഓഫ് ദ ഡിജിറ്റ് ഈസ് അലോഡ്. റിപ്പീറ്റേഷൻ അലോഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇതിനെ സമീപിക്കേണ്ടത്? അപ്പൊ ആദ്യം തന്നെ മക്കൾ മനസ്സിലാക്കേണ്ട ഈ ചോദ്യത്തിന്റെ അർത്ഥം എന്താണ്? 1000 താഴെ നമുക്ക് 3 ഡിജിറ്റുള്ള നമ്പറുകളുണ്ട്, 2 ഡിജിറ്റുള്ള നമ്പറുകളുണ്ട്, 1 ഡിജിറ്റുള്ള നമ്പറുകളുണ്ട്. അപ്പൊ 3 സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് കൂട്ടണം. മനസ്സിലായോ പറഞ്ഞത്? ശരിയോ? യെസ്. അപ്പൊ എനിക്ക് ആദ്യം ഞാൻ നോക്കുന്നത് 1 ഡിജിറ്റ്, 1 ഡിജിറ്റ് മാത്രമുള്ള ഓഡ് നമ്പേഴ്സ്, ഒറ്റ ഡിജിറ്റ് ഉള്ളേ. ഇതിനകത്ത് ഓഡ് നമ്പർ ആരൊക്കെയാണ്? 5 ഉണ്ട്, 7 ഉണ്ട്. അപ്പൊ 2 രീതിയിലേ വരുള്ളൂ. സോ 2 രീതിയിലേ വരുള്ളൂ. എന്റെ ആൻസർ എന്ന് പറയുന്നത് വെറും 2 ആണ്. ഒന്നില്ലെങ്കിൽ 5 ആയിരിക്കും, അല്ലെങ്കിൽ 7 ആയിരിക്കും. അപ്പൊ ആ സംഖ്യകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ സംഖ്യ 5, രണ്ടാമത്തെ സംഖ്യ 7. അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഡിജിറ്റുള്ള സംഖ്യ ഇത് വെച്ചുണ്ടാക്കാൻ പറ്റുമോ? പറ്റൂല. 0 പറ്റൂല. ഒറ്റ സംഖ്യയല്ല. ഒന്നില്ലെങ്കിൽ 5 അല്ലെങ്കിൽ 7. അപ്പൊ 2 പറ്റുള്ളൂ. അപ്പൊ 2. അപ്പൊ ഒരാളെ കിട്ടി, ഒരു ടൈപ്പ് കിട്ടി, അതായത് ഒറ്റ ഡിജിറ്റുള്ള ടൈപ്പ് കിട്ടി. ഇനി 2 ഡിജിറ്റുള്ള ടൈപ്പ് നോക്കാം. 2 ഡിജിറ്റ്. 2 ഡിജിറ്റ് എന്ന് പറയുമ്പോ ഇങ്ങനെയാണ് വരിക അല്ലെ. ഇതിനകത്ത് ഓഡ് നമ്പർ പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഈ ഒരു സെക്ഷനിലേക്ക് 5 അല്ലെങ്കിൽ 7 ആണ് വരേണ്ടത്. അതായത് 2 ഓപ്ഷൻ ആണ് ഇവിടെ ഉള്ളത്. ഉദാഹരണമായിട്ട് 5 വന്നുകൊണ്ട് 5 പോയി. ഇവിടെ ഇനി ആർക്കൊക്കെ വരാം? ഇവിടേക്ക് 2 വരാം, 7 വരാം, പക്ഷെ 0 വരാമല്ല. 0 വന്നാൽ 0 5 ഒറ്റ സംഖ്യ ആയിട്ട് പോകും. 0 പറ്റൂല. 0 വന്നാൽ അത് 2 ഡിജിറ്റ് ആവില്ലല്ലോ. അപ്പൊ ഇനി ഈ പൊസിഷനിലേക്ക് വരാൻ ചാൻസ് ഉള്ളത്, സപ്പോസ് 5 ഇവിടെ വന്നു കഴിഞ്ഞാൽ 2 അല്ലെങ്കിൽ 7 വരാം. അപ്പൊ 2 തരത്തിൽ വരാം എന്നല്ല പറഞ്ഞത്. പക്ഷെ റിപ്പീറ്റേഷൻ അലോഡ് ആണ്. അപ്പൊ 5 അവിടെ നിന്ന് പോയാൽ പോലും നമുക്ക് 5 വേണമെങ്കിൽ ഇവിടെ വരാം. കേട്ടോ? അപ്പൊ റിപ്പീറ്റേഷൻ അലോഡ് ആയതുകൊണ്ട് ഈ 3 പേർക്കും ഇവിടെ വരാം. ആർക്ക് വേണമെങ്കിലും വരാം. സോ ദിസ് ഈസ് 3. അപ്പൊ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും മക്കളെ? 3 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. ഓക്കെ. അപ്പോ 2 അക്ക സംഖ്യകൾ, അതായത് 2 ഡിജിറ്റ് ഉള്ള ഒറ്റ സംഖ്യകൾ 6 എണ്ണമാണ്. ക്ലിയർ? അത് ഏതൊക്കെയാണ് നമുക്ക് എഴുതാനോ? 6 ഈസി ആയിട്ട് എഴുതാം. ഒന്ന് 5 അവസാനിക്കുന്നത് 3 എണ്ണം വരും. പിന്നെ ഓക്കെ, വെറുതെ സാറ് എഴുതാൻ രസം. 7 അവസാനിക്കുന്നത് 3 എണ്ണം വരും. ഓക്കെ. ഇനി 5 നമ്മൾ ചേർക്കുമ്പോൾ 2 ചേർക്കുക, 7 2, 5 5, 7 5, ഇവിടെ 7, ഇവിടെ 7. എല്ലാം വ്യത്യസ്തമല്ലേ നോക്കിയ നമ്പറുകൾ അല്ലെ? അങ്ങനെ 6 ഡിജിറ്റ് ആണ്. ഇങ്ങനെ എഴുതാനൊന്നും നിർബന്ധമില്ല, ഞാൻ പറഞ്ഞതാണ്. ഇവിടെ ഒറ്റ സംഖ്യ വരുള്ളൂ, 5 അല്ലെങ്കിൽ 7 ഇവിടെ ഈ 3 എണ്ണത്തിൽ ആര് വേണമെങ്കിലും വരാം, പക്ഷെ 0 എഴുതാൻ പാടില്ല. അപ്പൊ 1000 താഴെയുള്ള ഒറ്റ സംഖ്യകളും 2 അക്ക സംഖ്യകളും കഴിഞ്ഞു ഒറ്റ നമ്പർ, ഓഡ് നമ്പേഴ്സ് ആയിട്ടുള്ളൂ. ഇനി 3 ഡിജിറ്റ് വരുന്ന നമ്പേഴ്സ് 1 2 3. ഇവിടെ ഒറ്റ സംഖ്യ ആയതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ 5 അല്ലെങ്കിൽ 7 വരെയുള്ള 2 ഓപ്ഷൻസ്. ഇവിടെ റിപ്പീറ്റഡ് ആയതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും വരാം. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ 0 വരാമല്ലോ, കുഴപ്പമില്ല. ഇവിടെ 0 വരാം. അപ്പൊ 1 2 3 4 4 പേർക്ക് ആർക്ക് വേണമെങ്കിലും വരാം. ഇവിടെ 0 വരാൻ പറ്റില്ല. അപ്പൊ 1 2 3 3 ഓപ്ഷനേ ഉള്ളൂ. കണ്ടോ? അപ്പൊ ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3 × 4 3 × 4 × 2 12 × 2 എന്ന് പറയുമ്പോൾ 24. ഓക്കെ. ഇത് ഈ 3 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് അഡീഷൻ, അക്കോർഡിംഗ് ടു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് അഡീഷൻ 2 + 6 + 24. 24 6 30, 30 + 2 32 നമ്പേഴ്സ്. 32 നമ്പറുകളാണ് 1000 താഴെയുള്ള ഒറ്റ സംഖ്യകള്
ആ സംഖ്യകൾ ഉണ്ടാക്കിയിരിക്കുന്നത് 0, 2, 5, 7 വെച്ച് മാത്രം റിപ്പീറ്റഡ് ആണ്. ഓക്കെ, അപ്പോ ഇത്രയുമാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. സാറിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. നമ്മൾ സാധാരണ +1 ക്ലാസ്സുകൾ അങ്ങനെ കൂടുതൽ പ്രൊവൈഡ് ചെയ്യാറില്ല, മുന്നേക്ക് എടുത്തിട്ടുണ്ടെങ്കിലും ഈ വർഷം നമ്മൾ പുസ്തകങ്ങളൊക്കെ എന്താണ്, അതായത് പരീക്ഷ രീതിയൊക്കെ മാറി. അപ്പൊ ക്ലാസ്സുകൾക്ക് ഒരു വാല്യൂ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതായത് ചുമ്മാ എന്തെങ്കിലും കണ്ടിട്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ഈ ഒരു ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്ന രീതിയിലുള്ള കൺസെപ്റ്റ് ബിൽഡിംഗ് എക്സസൈസ് ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്ത് നിങ്ങളെ പഠിപ്പിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുക. അപ്പോൾ മെമ്പേഴ്സ് ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ വീഡിയോയിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ചാനലിൽ കയറിയിട്ട് വീഡിയോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മെമ്പേഴ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ കുറച്ച് വീഡിയോ കിടപ്പുണ്ടാവും. ചാനലിൽ മെമ്പർഷിപ്പ് എടുത്തവർക്ക് മാത്രമാണ് നമുക്ക് എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിന് വരുന്ന റേറ്റ് 399 രൂപയാണ്. അതായത് 400 രൂപയാണ് ഒരു മാസം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും വീഡിയോസ് കാണാം. ഈ ചാപ്റ്ററിന്റെ ബാക്കിയുള്ള വീഡിയോസ് അങ്ങനെ ആ രൂപത്തിലായിരിക്കും കിടക്കുന്നത്. എന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ലൈവ് നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ ലൈവിന്റെ സമയത്ത് നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോ ഇപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അടുത്ത വീഡിയോ നമ്മൾ അടുത്ത ദിവസം ഇപ്പോൾ 7:30 ആയിരിക്കും നമ്മൾ ഇടുന്നത്. ആ ടൈമിൽ വന്ന് അത് കണ്ട് നോട്ടൊക്കെ എഴുതിട്ട് പോയി കഴിഞ്ഞാൽ 10 പൈസ ചിലവാവില്ല, ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾ ആ സമയത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ ആ ലൈവ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ വീഡിയോ മെമ്പർഷിപ്പിലേക്ക് പോകും. മെമ്പേഴ്സ് ആയ കുട്ടികൾക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ നമ്മൾ ഒരേ സമയം 2 വീഡിയോ ഇട്ടാൽ ഏതെങ്കിലും ഒന്നേ നിങ്ങൾക്ക് ലൈവിൽ കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും കാണാം. എക്സാമിന്റെ തലേദിവസം ഇരുന്നിട്ട് എല്ലാ വീഡിയോസും എന്ത് ചെയ്യാം, റിവൈസ് ചെയ്ത് വീണ്ടും വീണ്ടും കണ്ടിട്ട് പരീക്ഷയ്ക്ക് പോകാം. ഓക്കെ, മാത്രമല്ല സ്പെഷ്യൽ ആയിട്ടുള്ള എക്സാം ഓറിയന്റഡ് ഉള്ള ക്ലാസ്സുകൾ നമ്മൾ മെമ്പർഷിപ്പിൽ ഉപയോഗിക്കും, പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.